हरे कृष्णा सर्वम कृष्णा अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवन पुरेशन की जय ओम श्री മാത്രേ നമഃ ഹരേ കൃഷ്ണ ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവരും സന്തോഷമായിരിക്കുന്നുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ ചോദിക്കുന്നത്. എല്ലാവരും സന്തോഷമായിരിക്കുന്നുണ്ടോ? മാതാജി എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് എപ്പോഴാണ് മാതാജി സന്തോഷമുള്ളത്? എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമല്ലേ ഉള്ളൂ. അത് സുജാത മാതാജി ഇടയ്ക്കിടയ്ക്ക് വരണം ലൈവില്, അപ്പോഴല്ലേ മാറ്റങ്ങൾ അറിയാൻ പറ്റൂ. അന്ന് മുങ്ങിയതാ, പിന്നെ ഇന്ന് വരെ ഈ വഴിക്ക് വന്നിട്ടില്ല. ഒരുപാട് പേര് പഴയ ആൾക്കാരെ ലൈവിൽ കണ്ടപ്പം സത്യമായിട്ട് പറയണം, എനിക്ക് ഒരുപാട് സന്തോഷം. ഇന്ദിരാ ശിവൻ മാതാജി, സുജാത മാതാജി, പിന്നെ ആരാണ് നമ്മുടെ റെഗുലറായിട്ട് ക്ലാസ്സിൽ കയറാത്ത കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് മടിയന്മാരുണ്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്കറിയാം നിങ്ങളുടെ തിരക്കും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഷീബ മാതാജി, ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു പ്രീത മാതാജി, താങ്ക് യു സോ മച്ച്. ഭഗവാൻ തന്ന കാരുണ്യം, അദ്ദേഹം തരാനും അദ്ദേഹം മതി, എടുക്കാനും അദ്ദേഹം മതി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു അവാർഡല്ല, പക്ഷെ ഭഗവാൻ തന്നു, നമ്മൾ സ്വീകരിച്ചു. അതിൽ വലിയ സന്തോഷവും ഇല്ല, വലിയ ഒരു എന്തോ സംഭവം എന്നുള്ള തോന്നൽ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ തന്നു, അത്രയേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് തന്നെ സമർപ്പിച്ചു. അതിൻ്റെ അപ്പുറത്തേക്ക് വലുതായിട്ടൊന്നുമില്ല. കാരണം ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, അല്ലേ? നമ്മുടെ ലക്ഷ്യം വേറെ അല്ലേ? അതൊക്കെ ആ ഒരു മേക്കപ്പ് ഇട്ട് ആ സമയത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞു. അപ്പൊ അതിന് ഭഗവാൻ ഒരു അംഗീകാരം ആഗ്രഹിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റിട്ടില്ല, അത് കളവായിപ്പോവും. ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നെങ്കിലും ഇങ്ങനെ ഒരു അവാർഡ് തേടി എത്തുമോ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അറിയാം മാതാജി, അറിയാം. പക്ഷെ തന്നു. അതിലേറെ സന്തോഷം എനിക്ക് തിരുവനന്തപുരത്ത് പോയപ്പം, എന്താ പറയാ, ഹരകൃഷ്ണ മാതാജി പോയപ്പം എന്താ പറയാ, ഒത്തിരി സുഹൃത്തുക്കളെ കാണാൻ പറ്റി എന്നുള്ളതാണ്. കാരണം കുറേ നാളായിട്ട് പലരെയും കാണാതിരിക്കല്ലേ. കാരണം ഞാൻ ഇവിടെയും അവരവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റി, അവരുടെ കൂടെയൊക്കെ 1-2 ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റി. പിന്നെ ട്രിവാൻഡ്രത്ത് നൈറ്റ് വൈബ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ഒരു കുട്ടി പ്ലേസ്, ഒരു റോഡ് സൈഡിൽ. നല്ല രസമാണ് അവിടെ രാത്രിയിൽ. ഞാൻ ഇപ്പോൾ പോയപ്പോഴാണ് അതൊക്കെ കാണുന്നത്. ഇപ്പോൾ ഈ അടുത്തങ്ങാണ്ട് ഇനോഗ്രേറ്റ് ചെയ്താന്ന് തോന്നുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോകാൻ പറ്റി. അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷം. വന്നപ്പോഴേ നല്ല തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് പലരുടെയും കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മെസ്സേജ് നോക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ പോണു കാര്യങ്ങൾ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഒരുപാട് അന്നദാനങ്ങൾ കൊടുക്കാനുണ്ട്. നാളെ കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നാളെ ഷൂട്ടുണ്ട് എന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, നാളെ മറ്റന്നാൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ മറ്റന്നാൾ കൊടുക്കാമെന്ന് ഓർത്തു. ആരൊക്കെയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ പേരൊക്കെ ഗ്രൂപ്പിലിടാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ഞാൻ പറയാം. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുക, റിമൈൻഡ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേർക്ക് ഇനി ഏകാദശി ബുക്ക് അയക്കാനുണ്ട്. ഞാൻ മനഃപൂർവ്വം അയക്കാത്തതാണ്, കാരണം അവിടെ മഴയല്ലേ നാട്ടിൽ. അപ്പോൾ എന്താ സംഭവം എന്നറിയോ, പലർക്കും അറിയാം, എന്തെങ്കിലും സാധനം നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ അത് ഒന്ന് കവറൊക്കെ ഓപ്പണായി പോകാറുണ്ട്. അപ്പോൾ ഈ മഴ സമയത്ത് ആ ഒരൊറ്റ ബുക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഇവിടെ നിന്ന് അയച്ച് അതിലെന്തെങ്കിലും ചെളി പറ്റുമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. കാരണം ഇത്ര ബുക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര ബുക്സിന്റെ പേയ്മെന്റ് നമ്മൾ അവിടെ കൊടുക്കും. അപ്പൊ പിന്നെ അത് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന അബദ്ധമാണ്. അപ്പൊ നമുക്കത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് അയക്കാത്തത്. ദയവായി ക്ഷമിക്കുക, വരും ദിവസങ്ങളിൽ അയച്ചു തരാം, മഴയൊന്ന് ഒതുങ്ങിയിട്ട്. പിന്നെ ഗംഗാജലം വന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയോ ഗംഗാജലത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. തന്നവരുടെയൊക്കെ ഡീറ്റെയിൽസ് എഴുതിയെടുത്തിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതിയെടുക്കാം. പിന്നെ വസ്ത്രദാനം കൊടുക്കാനുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ അതെല്ലാം നമുക്ക് ചെയ്യണം. ഈ ജോലിയുടെ ഇതൊന്ന് ഒതുങ്ങട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും എന്താ പറയുക, അഭിനന്ദനങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ജപമാല ഞാനല്ല അയക്കുന്നത്, അതൊക്കെ എറണാകുളത്ത് നിന്നാണ് അയക്കുന്നത്. അതും ഞാനുമായിട്ട് ബന്ധമില്ല. ഞാൻ ഏകാദശി ബുക്ക്, ഗംഗാജലം, ലഡു ഗോപാൽ, ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഓൺലൈൻ സ്റ്റോറാണ്. ഓക്കെ, എനിക്ക് ആദ്യമായിട്ടാണ് മാതാജിയുടെ ലൈവിൽ വരാൻ പറ്റിയത്. GBS ലോൺസ്, നമസ്തേ. ആരാണെന്ന് അറിയില്ല, പേര് കാണുന്നില്ല, പേര് ടൈപ്പ് ചെയ്തിട്ട സന്തോഷം. അങ്ങേക്ക് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കുടുംബത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല.
അങ്ങനെ പോകുന്നു, സ്വസ്ഥമായി, സമാധാനമായി, സന്തോഷമായി. ആ സൂപ്പർ സൂപ്പർ. അപ്പോൾ എന്താ പറയാ, ഓ വന്നോളൂ. ഇവിടെ വന്നാല് രാവിലെ നേരെ എന്താ പറയാ ഒരു 5 മണി 6 മണി സമയത്തൊക്കെ ഓടും ഷൂട്ടിന് വേണ്ടിയിട്ട്. ഒന്നും തലയിൽ കയറൂല, ഓടിപ്പോവും. പിന്നെ ഉച്ചയ്ക്കൊക്കെ കഴിഞ്ഞ ഓടി വരും, ഇല്ലെങ്കിൽ വൈകിട്ട്. അങ്ങനെയുള്ളൊരു ലൈഫ് അങ്ങനെ പോകുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ക്ലാസ് എനിക്ക് ഇവിടെ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ വന്ന് ക്ലാസ് എടുക്കാതിരിക്കില്ല, നിങ്ങൾക്കും അറിയാം. പിന്നെ എല്ലാവരും ഗുരുവായൂർ പോവുക, എന്താ പറയുക, അവിടെയൊക്കെ പോവുക, പ്രാർത്ഥിക്കുക, ജപിക്കുക. ജപത്തിന് ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതല്ലേ എന്തൊക്കെയോ കാര്യങ്ങൾക്കാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുകയെന്ന്, ഒരിക്കലുമല്ല. ജപിച്ചാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മരുന്ന് തരാനേ സാധിക്കൂ, അല്ലേ? താങ്ക് യു മാതാജി. പക്ഷെ ആ മരുന്ന് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്കത് എഫക്റ്റ് ആവുന്നത്, അല്ലേ? അപ്പം നമ്മളാണ് ആ മരുന്ന് കഴിക്കേണ്ടത്. അതേപോലെ നമ്മളാണ് ജപിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അവാർഡ് തരും അടുത്ത ചെലവ് തരും അടുത്ത യാത്രയിൽ. അപ്പോൾ ആ മരുന്നിന്റെ എഫക്റ്റ് നമ്മളെ ബോഡിയിലാണ് എത്തുന്നത്, ശരിയല്ലേ? അതേപോലെ നമ്മൾ ജപിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ജപത്തിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എന്ന് പ്രത്യേകം മനസ്സിൽ എഴുതി വെക്കണം. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ജപം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇല്ല എന്ന് പറയുന്നില്ല, നിങ്ങൾക്കറിയാം, പലരും അനുഭവസ്ഥരാണ്. പക്ഷെ അതിനേക്കാൾ എന്താ പറയുക സ്ട്രോങ് ആണ് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം. നമ്മൾ സ്വമേധയാ പ്രാർത്ഥിക്കാൻ ഒരു സമയം കണ്ടെത്തുക. എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ ജപിക്കുക, പ്രാർത്ഥിക്കുക, വായിക്കുക എന്ന കാര്യങ്ങൾക്ക് കൃത്യനിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കൃത്യനിഷ്ഠ ഇല്ലാതെ നമ്മൾ ചെയ്യരുത്. ഇന്നിപ്പോൾ 6 മണിക്ക്, നാളെ 7 മണിക്ക്, മറ്റന്നാൾ 9 മണിക്ക്, അങ്ങനെ അമൃത. ഓക്കെ മോളെ, ശരി. അപ്പൊ അങ്ങനെ ഓരോരോ സമയങ്ങളിലേക്ക് പോകാൻ പാടില്ല. 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് നമ്മൾ ആ വിളക്ക് കൊളുത്തിയിരിക്കണം. അത് 7:01 പോലും ആവരുത്. ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഇത്രയും ചൈതന്യം ഉണ്ടാവാൻ കാരണം? വരൂ. ക്ഷേത്രത്തിൽ ഇത്രയും ചൈതന്യം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ കൃത്യനിഷ്ഠയാണ് അതിന് പ്രധാന കാരണം. കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും സക്സസ് ആവും, ഒരു സംശയവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മമുഹൂർത്തം അതാണ് നമുക്ക് ഏറ്റവും നന്നായ ഒരു സമയം. പക്ഷെ എന്താ കാര്യം വെച്ചാല് ആ സമയത്ത് ഇപ്പോൾ പലർക്കും എഴുന്നേക്കാൻ പറ്റില്ല, ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. നമസ്തേ അമ്മ. ഒരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റും, ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ജോലിയുടെ സ്വഭാവം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് നമുക്ക് വേണ്ടേ. അപ്പോൾ ജോലി, നമ്മുടെ യാത്ര, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ചില സമയത്ത് നമുക്ക് എഴുന്നേക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊരു തെറ്റായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമുക്ക് എല്ലാ കാര്യവും നോക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യാന്ന് ഓർത്തെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ ഒരു ടൈം നിങ്ങൾ നിശ്ചയിക്കുക. വിളക്ക് കൊളുത്തുന്നതിന് വീട്ടിൽ കൃത്യമായ സമയം വേണം, അത് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. 6:30 മണി എന്ന് പറഞ്ഞാൽ 6:30 മണി, 5:30 മണി എന്ന് പറഞ്ഞാൽ 5:30 മണി, അതിന് നമ്മൾ വിളക്ക് കൊളുത്തിയിരിക്കണം. പക്ഷെ ജപിക്കാൻ ഒരു സമയം കണ്ടെത്തുക. ആ സമയത്ത് മൊബൈൽസ് യൂസ് ചെയ്യരുത്, മറ്റു കാര്യങ്ങളിലേക്ക് ചിന്ത പോകരുത്. നമ്മളും ഭഗവാനും മാത്രമുള്ള ഒരു സമയം, അങ്ങനെ ഒരു സമയം കണ്ടെത്തിയിട്ട് ഏകദേശം ഒരു 90 ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ആ സമയം തെറ്റാതെ ആ 90 ദിവസം കൃത്യനിഷ്ഠമായിട്ട് നിങ്ങൾ ജപിച്ചു നോക്ക്. ആ ജപത്തിന്റെ ഫലം നിങ്ങളുടെ മുഖത്തറിയാൻ പറ്റും, ഒരു സംശയവും ഇല്ല. ഞാൻ ബെറ്റ് വെക്കുന്നു നിങ്ങളോട്. അതിന്റെ അതായത് തുടങ്ങുന്നതിന്റെ മുൻപേ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. 90 ദിവസം അതേ കൃത്യനിഷ്ഠയിൽ മുടങ്ങാതെ ജപിച്ചു വന്നിട്ട് 91ാമത്തെ ദിവസം ഒരു ഫോട്ടോ എടുക്കുക. ഈ 2 ഫോട്ടോസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാന്നുള്ളത്. സത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ആ ജപം വെറുതെ ഒരു ജപമാവരുതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. എങ്ങനെ ജപിക്കണം? നമ്മളും ഭഗവാനും മാത്രം. മൊബൈൽ ഉണ്ടാവരുത്, ആരെങ്കിലും നമ്മളെ വിളിക്കരുത്. അല്ലെങ്കിൽ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വിളിക്കുന്നു, ഒരിക്കലും ഇല്ല പക്ഷെ അമ്മ മറന്നിട്ടില്ല. ഹസ്ബൻഡ് വിളിക്കുന്നു, അച്ഛൻ വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു, മോൻ വിളിക്കുന്നു, അടുത്തുള്ളവർ വിളിക്കുന്നു, അതൊന്നും പാടില്ല. ഒരു 10 മിനിറ്റാണ് ജപിക്കുന്നതെങ്കിലും ആ 10 മിനിറ്റ് ഏകാഗ്രതയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കാൻ സാധിച്ചാൽ നമുക്ക് ഭയങ്കര കണക്ഷൻ കിട്ടും ഭഗവാനുമായിട്ട്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റ കാര്യം ആലോചിക്കുക, ഭഗവാൻ പാർത്ഥസാരഥിയായി വന്നിട്ടുണ്ട്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ പാർത്ഥസാരഥിയായിട്ടുള്ള ആ ഒരു വരവ്. അപ്പോ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അദ്ദേഹം
നമ്മുടെ അർജുനന് പാർത്ഥസാരഥിയായിട്ട് വന്നു, തേര് തളിക്കാൻ വന്നു, മഹാഭാരത യുദ്ധം നടത്തി. ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ ഓടി വരുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, പാർത്ഥസാരഥി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ വന്നപ്പോ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രൂപമാണത്. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഏറ്റവും ഒരു മിനിറ്റ് சொல்லுங்கப்பா. ഹലോ, ഈവനിങ് 3 മണിക്കാപ്പാ. ഹലോ, ആ ശരി ശരി, ഓക്കേപ്പാ, ഓക്കെ ഓക്കെ ഓക്കെ. സമാധാനം. നാളെ 3 മണിക്കാ ഷൂട്ട്. രക്ഷപ്പെട്ടു. എനിക്ക് രാവിലെ പൂജ ചെയ്യാം. ആശ്വാസമായപ്പാ, ആശ്വാസമായി. കൃഷ്ണ, താങ്ക് യു ബിച്ചുട്ടാ, താങ്ക് യു സോ മച്ച്. രാവിലെ ആദ്യം പറഞ്ഞത് എന്നോട് 5:30 മണിയാണ്. ഞാൻ 5:30 മണി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. ബിന്ദുമ്മയുടെ ഒരു ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചോ ബിന്ദുമ്മ രാവിലത്തേക്കുള്ള. കാരണം എനിക്ക് ലൊക്കേഷൻ ഫുഡ് അധികം ഇഷ്ടമല്ല. രാവിലെ എണീറ്റ് ഇനി കുക്ക് ചെയ്ത് പൂജ കഴിഞ്ഞ് അതിന് ഞാൻ രാത്രി 2 മണിക്ക് എഴുന്നേക്കണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു വൈകിട്ട് 3 മണിക്ക് വന്നു. വൈകിട്ട് 3 മണി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഏർലി മോർണിംഗ് 3 മണിക്ക് ഞാൻ ഇവിടെ എത്തും. അതിനുള്ള ഒരു പോയിന്റ്. എനിവേ സാരല്ലേ, അതൊക്കെ പോട്ടെ, നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ. അപ്പൊ അതൊക്കെ വിട്. അപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ വന്നപ്പോ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം പാർത്ഥസാരഥിയായി വന്ന് അർജുനന് തേര് തളിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. പക്ഷെ എന്താ സംഭവം എന്നറിയോ, അദ്ദേഹം പാർത്ഥസാരഥിയായി വന്നിട്ട് അർജുനന് വഴി കാണിച്ചു കൊടുക്കുകയാണ്. എന്തിന്? മഹാഭാരത യുദ്ധം ജയിക്കാൻ. ആ യുദ്ധത്തിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് അർജുന നീ ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ നിന്റെ ചിന്തകൾ പ്രവർത്തിക്കണം, നീ ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, എങ്ങനെയാണ് നീ ഈ ഒരു യുദ്ധം ജയിക്കേണ്ടത്. ഇതാണ് ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് കാണിച്ചു കൊടുക്കുന്നത്, അല്ലെ? അപ്പോ ആ പാർത്ഥസാരഥി ഭാവത്തില് ഭഗവാന്റെ ആ ഭാവം നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാനെ നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം നമ്മൾക്ക് ആ സ്റ്റൂളൊന്നും എടുത്തിരിക്കുന്ന കാലത്ത്. അപ്പൊ ആ നമ്മുടെ ഈ ഒരു ദുരിതം പിടിച്ച ഒരു ജീവിതത്തിൽ അങ്ങനെ പറയാൻ പറ്റൂ, കാരണം നമ്മൾ ആരും ഹാപ്പി അല്ല നമ്മുടെ ലൈഫിൽ, അല്ലെ? അപ്പൊ നമ്മുടെ ഈ ഒരു ദുരിതം പിടിച്ച, കഷ്ടകാലം പിടിച്ച, പ്രശ്നങ്ങൾ തീരാത്ത ഈ ഒരു നരകതുല്യമായ ജീവിതത്തില് ഭഗവാനെ നമ്മൾ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം എന്താ അറിയോ നമുക്ക് ചെയ്യാം, ഈ ദുരിത കയത്തിലൂടെ മുന്നേറാനുള്ള വഴി കാണിച്ചു തരും നമുക്ക്. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും വഴി കാണിച്ചു തരും, ഇങ്ങനെ പോകൂ എന്നുള്ളത്. ഇപ്പൊ ഒന്നുമില്ല, കുറച്ചു ദൂരം കാട്. അപ്പൊ ആ കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ആ കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അത്രയും ദൂരം കല്ലും മണ്ണും മുള്ളും എല്ലാം കിടക്കുന്നു. പക്ഷെ അത് താണ്ടി പോയാലേ നമുക്ക് എന്തെത്താൻ പറ്റൂ, അങ്ങോട്ടേക്ക് എത്താൻ പറ്റൂ, ആ നല്ല വഴിയിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. അപ്പൊ അത്രേ ആലോചിക്കാൻ നമ്മൾ എന്താണ് ഇത്, ഈ ഒരു അവസ്ഥയെ നമ്മൾ മറികടക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, എങ്ങനെയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഈ അവസ്ഥയെ മറികടക്കും, ഇല്ലേ? ഈ ഒരു കല്ലും മുള്ളും മണ്ണും ഒക്കെ ഉള്ള ഈ ഒരു അവസ്ഥയെ നമ്മൾ മറികടക്കും. അതായത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ നമ്മൾ മറികടന്നാൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായ ഒരു ജീവിതത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ അതിന്റെ അർത്ഥം ഒരിക്കലും ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതല്ല. സൂപ്പർ അമ്മ. ഭഗവാൻ ഇല്ല എന്നുള്ളതല്ല, ഭഗവാൻ ഉണ്ട്. ഭഗവാൻ ഉണ്ട്. അദ്ദേഹം നമുക്ക് വഴി കാണിച്ചു തരികയാണ്, മുന്നോട്ട് പോകാനുള്ള വഴി. മനസ്സിലായില്ലേ? അങ്ങനെ വഴി കാണിച്ചു തന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഭഗവാൻ പാർത്ഥസാരഥിയായി അർജുനന്റെ കൂടെ വന്നിട്ട് അർജുനന് വഴി കാണിച്ച് മഹാഭാരത യുദ്ധം ജയിപ്പിച്ചതുപോലെ നമ്മൾക്കും ഭഗവാൻ എന്താണ്, നമ്മുടെ ജീവിതമാകുന്ന യുദ്ധത്തെ മറികടക്കാനുള്ള വഴി ഭഗവാൻ കാണിച്ചു തരും. അങ്ങനെ കാണിച്ചു തന്നിട്ട് വേണം നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ. അപ്പോൾ നമ്മൾ ജയിക്കുന്നത് എവിടെയാണ്? മഹാഭാരത യുദ്ധം പോലെ ഒരു യുദ്ധത്തിലല്ല നമ്മൾ ജയിക്കുന്നത്, നമ്മുടെ ജീവിതമാകുന്ന യുദ്ധത്തിലാണ് നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മോക്ഷം കരസ്ഥമാക്കണം. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ ബലിയിട്ടിട്ട് നമ്മൾ മോക്ഷം കരസ്ഥമാക്കരുത്. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ജീവിതത്തിൽ മോക്ഷം നേടണം. ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ പലർക്കും തോന്നും നമ്മൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്, ഈ സമയത്തല്ല ജപിക്കേണ്ടത്, ഈ വയസ്സിലല്ല ജപിക്കേണ്ടത്. ഇത് തോന്നൽ മാത്രമാണ്. മനസ്സിലായില്ലേ? നമ്മൾ പണമല്ല ചേർത്ത് വെക്കേണ്ടത്, നമ്മൾ ചേർത്ത് വെക്കേണ്ടത് പുണ്യമാണ്. ഈ പുണ്യം എന്ത് ചെയ്യണം? നമ്മൾ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് എന്താ ലഭിക്കുക?
ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു പരമസത്യത്തെ നമുക്ക് അടുത്തടുത്തടുത്തടുത്തടുത്ത് അറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. സംസാരിക്കുക തന്നെയാണ് അദ്ദേഹം. ഉള്ളിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പരമാത്മാവായിട്ടും ആത്മാവായിട്ടും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഭഗവാൻ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് പോലെ ഭഗവാൻ മനസ്സിലിരുന്ന് നമ്മളോട് സംസാരിക്കും. നീ വിഷമിക്കരുത്, നീ വേദനിക്കരുത്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ എല്ലാം അറിയുന്നു, കാണുന്നു, നീ സങ്കടപ്പെടരുത്. ഇങ്ങനെ ഭഗവാൻ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളത് അറിഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നില്ലേ? അങ്ങനെയാണ് ഭഗവാനുമായിട്ട് നമ്മളൊരു ഭക്തി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഗുരുവായൂരപ്പനുമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു പ്രേമ ഭക്തി അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ മറ്റൊരു തരത്തിൽ എങ്ങനെയൊക്കെയോ ഭഗവാൻ എന്നെ അറിയണില്ല, ഭഗവാൻ എന്റെ പ്രാർത്ഥന കേൾക്കണില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. ഭഗവാൻ എല്ലാം അറിയുന്നു, ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട്, ഭഗവാൻ നമ്മൾക്ക് ഓരോ ദിവസവും മറികടക്കാനുള്ള ശക്തി തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പേ ആണെങ്കിൽ ഇന്നിപ്പോ നമ്മൾ 2025 നിൽക്കുന്നു. കുറച്ചൊരു 2020, 18, 15 കാലഘട്ടങ്ങളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെല്ലാം തരത്തിലുള്ള വിഷമങ്ങൾ നമ്മൾ സഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തെ നമ്മൾ തരണം ചെയ്ത് വന്നോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അയ്യോ, ഞാൻ ഇതൊക്കെ തരണം ചെയ്ത് വന്നോ എന്ന് നമ്മൾ ചിന്തിക്കും ഇല്ലേ? അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇതെല്ലാം തരണം ചെയ്ത് വന്നു. ഇന്ന് നമ്മൾ 2025 നിൽക്കുന്നുണ്ട്. ഓരോ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്തു. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മാനസിക ധൈര്യം നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഭഗവാൻ കൃഷ്ണനിലൂടെ കിട്ടി. ഭഗവാൻ കൃഷ്ണൻ നമുക്ക് തന്നു ആ മാനസിക ധൈര്യം. നമ്മൾ എത്ര പേര് ഒഴിവാക്കി, നമ്മൾ എത്ര പേര് വേദനിപ്പിച്ചു, എത്ര പേര് നമ്മളെ കുറ്റം പറഞ്ഞു, നമ്മളെ അപമാനിച്ചു, ഒറ്റപ്പെടുത്തി, കരയിപ്പിച്ചു ഇല്ലേ? എന്തെല്ലാം രോഗങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നു, എത്ര മരുന്നുകൾ കഴിച്ചു, എത്ര വട്ടം ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി, എത്ര വാടക വീടുകൾ നമ്മൾ മാറിക്കയറി. അങ്ങനെ നോക്കുമ്പോൾ ഇന്നും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മുൻകാലങ്ങളിൽ നമ്മൾ എന്തെല്ലാം തരത്തിൽ നമ്മൾ അനുഭവിച്ചു, അതെല്ലാം ഇന്ന് തരണം ചെയ്ത് ഇവിടം വരെ എത്തിയില്ലേ? അപ്പൊ ഇപ്പോ നമ്മൾ തരണം ചെയ്ത പ്രശ്നങ്ങളും ഭഗവാൻ കാണുന്നുണ്ട്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ കാണുന്നുണ്ട്. നമ്മളെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ നമ്മളെ പരിപാലിക്കാനും ശക്തനാണ്. മനസ്സിലാവുന്നില്ലേ? നമ്മളെ പരിപാലിക്കാനും ആ ഗുരുവായൂരപ്പൻ ശക്തനാണ്. അദ്ദേഹം കാതില്ലാത്ത ആളല്ല, അദ്ദേഹം കണ്ണില്ലാത്ത ആളല്ല. നമ്മളെ കാര്യങ്ങൾ കാണാതെയും കേൾക്കാതെ ഇരിക്കാൻ അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. സമയാസമയങ്ങളിൽ ഗുരുവായൂരപ്പൻ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ഉത്തരം തരും, പ്രവർത്തിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന്, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന്, ഒരു സുഹൃത്തായിട്ട് അദ്ദേഹം നമുക്കെല്ലാം ചെയ്തു തരും. നമ്മൾ ഉറപ്പ് തരുന്നു, നമ്മുടെ ക്ലാസ്സിന്റെ ലൈവിലിരിക്കുന്ന ഒരു ഭക്തരുടെയും വിഷമം കാണാതെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നില്ല. ഇന്ന് രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നിങ്ങൾ എന്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചോ, ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നിങ്ങൾ ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചോ അത് ഭഗവാൻ കേട്ടിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യം, ഭഗവാൻ കേട്ടിട്ടുണ്ട്, ഭഗവാൻ അതിന് ഉത്തരവും തരും. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ എന്താവരുത്? പ്രതിസന്ധികളിൽ തളർന്നു പോകരുത്. പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴേ ജീവിതത്തിൽ മുന്നേറാൻ നമുക്കൊരു മൈൻഡ് വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രതിസന്ധികളാണ് ഭഗവാൻ നമ്മളെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തല്, അതും നമ്മൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അധ്യായം 8 പരമപദ പ്രാപ്തി എന്ന് പറയുന്ന ഒരു അധ്യായത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതില് പരമപദ പ്രാപ്തി, ഓക്കെ, അതിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് 11ാമത്തെ ശ്ലോകമാണ്. 11ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ യദക്ഷരം വേദവിധോ വദന്തി വിശന്തി യതോ വീധരാഗ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ എന്നുള്ളതാണ് 11ാമത്തെ ശ്ലോകം. അതെന്താ പറയണമെന്നറിയോ? വേദ പഠനം ചെയ്തവരും ഓംകാരം ഉരുവിടുന്നവരും സന്യാസി വര്യന്മാരും ഏത് ബ്രഹ്മപദത്തിലേക്ക് എത്തുന്നുവോ, ഏത് പരിപൂർണത ആഗ്രഹിച്ചുകൊണ്ടാണോ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നത്, മോക്ഷപ്രാപ്തിക്ക് കാരണമായ ഈ പ്രക്രിയ ഇനി ഞാൻ വിവരിച്ചു തരാം. ഇവിടെ ഞാനത് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ. ഭഗവാൻ പറയുന്നു, വേദ പഠനം ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, ഓങ്കാരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, സന്യാസി വര്യന്മാരാണെങ്കിലും ശരി, ഇവരൊക്കെ ഏത് ബ്രഹ്മപദത്തിൽ എത്താൻ വേണ്ടിയിട്ടാണോ ഈ പരിപൂർണമായിരിക്കുന്ന വഴികളിലൂടെ പോകുന്നത്,
എന്ത് തരത്തിലുള്ള മോക്ഷപ്രാപ്തിയിൽ എത്താൻ വേണ്ടിയിട്ടാണോ ഇവർ ഈ പ്രക്രിയ എല്ലാം ചെയ്യുന്നത് അല്ലെ? നമ്മൾ ജപിക്കുന്നതും വായിക്കുന്നതും സത്സംഗം കേൾക്കുന്നതും നമ്മൾ പല പല നിഷ്ഠകൾ ജീവിതത്തിൽ ആചരിക്കുന്നതും എല്ലാം നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്താനാണ്. അപ്പൊ അവിടേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോ ഇതൊക്കെ എന്തിനു വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്, അതിന്റെ ഒക്കെ എന്താ പറയാ പ്രക്രിയ, അതേക്കുറിച്ച് ഭഗവാൻ വിവരിച്ചു തരാന്നാ പറയുന്നത്. അതിൽ പറയുന്നു, ഭൂമധ്യത്തിൽ ഈ ഫാനിന്റെ അകത്ത് പൊടിയുണ്ട് പിന്നമേ. ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ കേന്ദ്രീകരിച്ച് അനുഷ്ഠിക്കേണ്ട ഷഡ്ചക്രയോഗത്തെ, ഭൂമധ്യത്തില് പ്രാണവായുവിനെ, ഇല്ലല്ല ഇത് പുതിയ ഒരു അധ്യായമാണ്, കുഴപ്പമില്ല മതജി കേട്ടോ. ഭൂമധ്യത്തിൽ, ഭൂമിയുടെ ആ ഒരു മധ്യത്തില് പ്രാണവായുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുഷ്ഠിക്കേണ്ട ഒരു ഷഡ്ചക്ര യോഗമുണ്ട്. ആ യോഗത്തെ കുറിച്ച് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ അനുഷ്ഠാനത്തെ പറ്റി അർജുനന് വലിയൊരു അറിവില്ല. അപ്പോ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ യോഗ പദ്ധതിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോ കൃഷ്ണൻ പറയുന്നു, ബ്രഹ്മം ഏകമാണെന്നിരിക്കലും, ബ്രഹ്മം എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്കാണ്, ഒന്നാണ്. ഓക്കെ, അത് ആ ബ്രഹ്മം ഏകപദമാണെങ്കിൽ കൂടിയും വിവിധ തരത്തിലുള്ള ആവിർഭാവങ്ങൾ, അതുപോലെ വിവിധ തരത്തിലുള്ള ആവിർഭാവങ്ങളും വിവിധ തരത്തിലുള്ള മുഖങ്ങളും ആ ബ്രഹ്മത്തിനുണ്ട്. ബ്രഹ്മം ഏകമാണ്, പക്ഷെ അതിന് വിവിധ തരത്തിലുള്ള ആവിർഭാവങ്ങളുണ്ട്. അതായത് ജന്മോദ്ദേശം എന്നൊക്കെ പറയില്ലേ, ആവിർഭാവങ്ങളും ഉണ്ട്. അതുപോലെ അതിന് വിവിധ തരത്തിലുള്ള മുഖങ്ങളുമുണ്ട്. പിന്നെന്താ പറയുന്നത്, അവ്യക്തിഗതവാദികൾക്ക്, അതായത് വ്യക്തമല്ലാതെ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്ന അവ്യക്തിഗതവാദികൾക്കാണെങ്കിൽ വിശേഷിച്ചും, അഥവാ അക്ഷരം ബ്രഹ്മം, ഇതേക്കുറിച്ചൊക്കെ എന്താ പറയാ, അക്ഷരം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ഇവർക്ക് ഈ ബ്രഹ്മത്തെ കുറിച്ചൊന്നും വലിയ അറിവുണ്ടാവില്ല. അതായത് ഭഗവാനെ കുറിച്ച് ഏത് രീതിയിലും വളച്ചൊടിച്ച് സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരടുത്ത് പോയിട്ട് ബ്രഹ്മത്തെ കുറിച്ചോ പരമ ദിവ്യോത്തമ പുരുഷനെ പറ്റി പറഞ്ഞാലൊന്നും അവർക്ക് വലിയ അറിവില്ല. അവർ പറയുന്നത് എന്താ പറയുക, ഈ ഭൂമിയിലുള്ള സകല സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കാനാണ് നമ്മൾ വന്നത്, അതുകൊണ്ട് നമ്മൾ എന്താ പറയാ നോൺ കഴിക്കും, നമ്മൾ ഇങ്ങനെ ജീവിക്കും, ഭഗവാൻ തന്നിരിക്കുന്ന എല്ലാം നമുക്ക് അനുഭവിക്കാനാണ്. ഇതാണ് അവരുടെ ഒരു വാദം എന്ന് പറയുന്നത്. അതാണ് അവരതിനെ അക്ഷര രീതിയിൽ, ഏത് രീതിയിൽ അവരതിനെ പ്രയോഗിക്കും. നമുക്കത് തിരുത്താൻ കഴിയില്ല. അനുഭവത്തിലൂടെ അല്ലാതെ ഒരിക്കലും ഇവറ്റകളൊന്നും തിരുത്തി കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, സൈലന്റ് ആവാം. അവരുടെ ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോ അവർ ഉറപ്പായിട്ടും തിരുത്തി കൊണ്ടുവരാൻ അവരെന്നെ ശ്രമിക്കും, അവർ തിരുത്തും ചെയ്യും. ഓക്കെ, പരിത്യാഗികളായിരിക്കുന്ന സന്യാസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പരിത്യാഗികളായിരിക്കണം. ആ സന്യാസി വര്യന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ആഗ്രഹങ്ങളും ഉണ്ടാവില്ല, ഒരു വിഷമങ്ങളും ഉണ്ടാവില്ല, ഒരു സങ്കടങ്ങളും ഉണ്ടാവില്ല. അവരങ്ങനെ ജീവിക്കും. എന്ത് പ്രതിസന്ധികൾ വന്നാലും അവരതിനെ തരണം ചെയ്യും. സമചിത്തതാ മനോഭാവത്തോടെ അവർ തരണം ചെയ്യും. കാരണം അവർക്ക് ആവശ്യങ്ങളൊന്നുമില്ല. ആവശ്യങ്ങളുള്ള വ്യക്തികൾക്ക് ആഗ്രഹങ്ങളുള്ളൂ, ആഗ്രഹങ്ങളുള്ളവർക്കേ കോപമുള്ളൂ, അല്ലെ? ഇതൊന്നുമില്ലാത്തൊരു വ്യക്തിയോട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ, അവര് മിണ്ടാതിരിക്കും, അവരങ്ങനെയിരിക്കും. അവർക്ക് കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം, വന്നാലും സന്തോഷം, പോയാലും സന്തോഷം. അവര് ഒരേ ഒരു ലക്ഷ്യമാണ്, ഭഗവാൻ എന്ന് പറയുന്ന സത്യം. അപ്പൊ അവർക്ക് ഈ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവരെവിടെ കിടന്നുറങ്ങുന്നു, അവരെന്ത് കഴിക്കുന്നു, ആരവരെ കൂടെയുണ്ടോ, ഇതേക്കുറിച്ചൊന്നും അവരൊരു ബോധയുടെയല്ല. അവരങ്ങനെ മുന്നോട്ട് പോകും. ഇതാണ് സന്യാസി വര്യന്മാർ. അപ്പോ അതുകൊണ്ടാണ് അവരെ പരിത്യാഗികൾ എന്ന് പറയുന്നത്. എല്ലാം ത്യജിച്ചിട്ട് ത്യാഗിയായി ജീവിക്കുന്നവരെ, സന്യാസികളുടെ പ്രാപ്യപദമായിരിക്കുന്ന ഈ നിർഗുണ ബ്രഹ്മത്തെ പറ്റിയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അവർക്ക് കിട്ടുന്നത് എന്താണ്, നിർഗുണ ബ്രഹ്മമാണ്. അതേക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വൈദിക വിദ്യാഭ്യാസ പ്രകാരം, അതായത് നമ്മൾ പഠിക്കുന്നത്, ഇത് വേദങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ വൈദികമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്യാക്കൾ ആദ്യം മുതൽക്കേ ഓംകാരം ഉച്ചരിക്കും. നമ്മൾ ആദ്യം ഓം എന്നാണ് പറയുന്നത് അല്ലെ? ഓം എന്നുള്ളത് നമുക്ക് ആർക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അക്ഷരമാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, വൈദിക വിദ്യാഭ്യാസം ആരംഭിക്കുക. ഓംകാരത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓംകാരം എന്ന് പറയുന്ന ശബ്ദമാണ് നമ്മൾ ഉരുവിടുന്നത്. അത് നമ്മൾ ശീലിക്കും. അങ്ങനെ ആത്യന്തിക നിർഗുണ ബ്രഹ്മത്തെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം വൈദിക വിദ്യാഭ്യാസത്തിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങും. ഓക്കെ, ഓം നമ ശിവായ, അതൊക്കെ അല്ലേ നമ്മൾ ആദ്യം പഠിക്കുന്നത്. കുഞ്ഞിനാളിലേ ആലോചിച്ച് നോക്കൂ, ഓം നമ ശിവായ, ഇതൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചെടുക്കുക. അപ്പൊ ആ ഓം എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് എൻട്രി ആകും.
അവർ പൂർണ്ണ ബ്രഹ്മചര്യം ദീക്ഷിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക ആചാര്യനോടൊപ്പം താമസിക്കും. അത് സന്യാസി വര്യന്മാരെ പറ്റിയാ പറയുന്നത്. അവരെന്താ ചെയ്യുക? പൂർണ്ണ ബ്രഹ്മചര്യത്തോടു കൂടി ഒരു ആധ്യാത്മിക ആചാര്യന്റെ കൂടെ ആയിരിക്കും ഈ ബ്രഹ്മചാരികളായിട്ട് സന്യാസി വരികളായിരിക്കുന്ന ആളുകൾ താമസിക്കുന്നത്. ബ്രഹ്മത്തിന്റെ 2 ഭാവങ്ങളെ അവരങ്ങനെയാണ് സാക്ഷാത്കരിക്കുന്നത്. ആധ്യാത്മിക ജീവിതത്തിലെ പുരോഗതിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പരിശീലനമാണിത്. അപ്പൊ ആധ്യാത്മിക ജീവിതം നമ്മൾക്ക് ഉയർന്നു കിട്ടണം, അല്ലെങ്കിൽ ഒരു സന്യാസി ആയിട്ട് മാറണമെങ്കിൽ ഈ ഒരു ഭൗതിക ലോകവുമായിട്ടുള്ള ഒരു കണക്ഷൻസും അവർക്ക് ഉണ്ടാവരുത്. അവരൊന്നിനു വേണ്ടിയും വാദിക്കില്ല. സന്യാസി വര്യന്മാരെന്ന് പറയുന്നവര് ഒന്നിനു വേണ്ടിയും അവർ വാദിക്കില്ല. അവർക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പോലും അവർ ചിന്തിക്കില്ല. മരണത്തെ മുഖാമുഖം കണ്ടാലും അവർ ഭയപ്പെടില്ല. അവരെന്താ ചെയ്യുക? ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കും. സർവ്വതും അങ്ങയുടെ ഇച്ഛ, ഇതായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത്. ഒരിക്കലും ഭഗവാനെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും വിളിച്ചിട്ടും എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവരുടെ വായിൽ നിന്ന് വരില്ല. അങ്ങ് എന്ത് നിശ്ചയിക്കുന്നുവോ അതിന് സന്തോഷത്തോടെ ഞാൻ തയ്യാറാണ് എന്ന മനോഭാവത്തിൽ അവര് മുന്നോട്ട് പോകും. അപ്പോ ഇന്നാവട്ടെ അത്തരം ഒരു ബ്രഹ്മജീവിതചര്യ, അങ്ങനെ ഒരു ബ്രഹ്മചര്യ ജീവിതം ഒരിക്കലും സാധ്യമല്ല, അല്ലെ? ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത് നമുക്കൊരു സെക്ഷുവൽ ലൈഫ് ഇല്ലാത്ത ലൈഫാണ് ബ്രഹ്മചര്യം. ഒരിക്കലും അല്ല. എല്ലാ രീതിയിലും നമ്മൾ ബ്രഹ്മചര്യം ശീലിക്കണം. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ, ആഗ്രഹങ്ങൾ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനസ്സിനെ നിയന്ത്രിച്ചാലാണ് അത് ബ്രഹ്മചര്യമാവുന്നത്. അല്ലാതെ കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ മാത്രം ബ്രഹ്മചര്യമാവില്ല എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ വിദ്യാർത്ഥി ജീവിതത്തിന്റെ ആരംഭം മുതൽ, നമ്മളൊരു വിദ്യാർത്ഥി ആവാൻ തുടങ്ങുന്ന ആ തുടക്കം മുതൽക്കേ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ലോകത്തിലെ സാമൂഹ്യ സംഘടനയ്ക്ക് അത്രയേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ശരിയല്ലേ? നമ്മളൊരു വിദ്യാർത്ഥി ആവുമ്പോൾ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്ന എന്താണ്? നമുക്ക് നല്ല മാർക്ക് കിട്ടണം, നമുക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അങ്ങനെ 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 നമുക്ക് പല 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 ആഗ്രഹങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും. ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കുമ്പോഴാണ് അത് ബ്രഹ്മചര്യ ജീവിതമാവുന്നത്. ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുമ്പം അത് ബ്രഹ്മചര്യ ജീവിതമല്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സാണ് എല്ലാത്തിനും അടിസ്ഥാനം. മനസ്സിനെ നിയന്ത്രിച്ചാൽ എന്തായി? നമുക്ക് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സിന് നിയന്ത്രണമില്ലാത്തവരാണ് കരയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ നമുക്ക് ദുഃഖം? ദുഃഖം വേണ്ട. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എന്തിനേയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എന്തിനേയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? ജീവിതത്തിൽ ഒരു ധൈര്യം കിട്ടും, അല്ലെ? നല്ലതോ ചീത്തയോ എന്തോ ആവട്ടെ, എന്തിനേയും അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു അക്സെപ്റ്റൻസ് നമ്മളെ ലൈഫിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം. അപ്പോൾ നമുക്കൊരിക്കലും അനാവശ്യമായി കരയേണ്ടി വരില്ല. ദുഃഖം എന്ന് പറയുന്ന ആ ഒരു 2 അക്ഷരത്തിനെ ഒരിക്കലും നമ്മൾ ജീവിതത്തിലേക്ക് അമിതമായിട്ടൊരു സ്ഥാനം കൊടുക്കരുത്. കാരണം എന്താ? ഒരു 80% നമ്മുടെ ജീവിതത്തിൽ എന്താണ്? സുഖമാണ്. 20% ദുഃഖമാണ്. നമ്മൾ പറയും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ദുഃഖമാണ്. ഒരിക്കലും അല്ല. 80% നമ്മുടെ ജീവിതത്തിൽ സുഖമാണ്. കാരണം എന്താ അറിയോ? നമുക്ക് എല്ലാവർക്കും കണ്ണുണ്ട്, ഇല്ലേ? കണ്ണില്ലാത്തവന്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. നമുക്ക് എല്ലാവർക്കും കാലുണ്ട്, അതില്ലാത്തവന്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. അരയ്ക്ക് കീഴ്പോട്ട് നമുക്കാർക്കും തളർന്നിട്ടില്ല. ആലോചിച്ച് നോക്കിക്കേ. ഇനി വയ്യാതെ നമ്മൾ കിടപ്പാണെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ചുറ്റിനും ഉണ്ട് നമുക്കൊന്ന് സഹായിക്കാൻ. നമുക്ക് ഭക്ഷണം വാരിക്കഴിക്കാൻ കൈയുണ്ട്, നമ്മൾ കാത് കേൾക്കുന്നുണ്ട്. ആരും അങ്ങനെ കാണാൻ കൊള്ളാത്ത ആൾക്കാരൊന്നും അല്ല നമ്മളാരും. നമ്മളാരും തെരുവിൽ കിടക്കുന്നവരും അല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ സൗകര്യങ്ങളും ഈ സുഖങ്ങളും നമ്മൾ എന്തുകൊണ്ട് മറന്നുപോയി? ഇതൊന്നും ഇല്ലാത്തവന്റെ ദുരിതം പിടിച്ച അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊന്നും ഇല്ലാത്തവന്റെ അവസ്ഥ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിന്തിക്കണം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇന്നലെ ഞാനിപ്പോ ഓപ്പൺലി പറയുകയാണെങ്കിൽ, ഇന്നലെ മെനയാന്നുമായിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ ഒരു മോളുണ്ട്. അവള് UK ഡോക്ടറാണ്. അപ്പോൾ അവള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് സുഖമാണ്. എങ്ങനെ സുഖം? അങ്ങനെ പോണു മോളെ, ഞാൻ കണ്ടു അവാർഡൊക്കെ കിട്ടിയത്, ഇത്തിരി സന്തോഷം ചേച്ചി. ഞാൻ പറഞ്ഞു, ഓ ആയിരിക്കട്ടെ. എന്ത് പറയണു നിന്റെ വാവ എന്ന് ചോദിച്ചു. 1 വയസ്സായ ഒരു കുഞ്ഞാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കണം. 1 വയസ്സായ മോനാണേ. എന്നോട് വാവ സുഖമായിരിക്കുന്നു ചിത്തി എന്ന്. ശരി. അങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ എന്നാ ഇനി ഇന്ത്യയിലോട്ട് വരും, പക്ഷെ നേരിൽ കാണാൻ പറ്റുമോന്ന് അറിയില്ലാന്നോ. എനിക്ക് അതെന്താ അങ്ങനെ പറയാൻ കാരണം? വരും, എന്തായാലും വരും, വരാതിരിക്കില്ല. നേരിട്ട് കാണാൻ പറ്റുമെന്നാണ് അറിയാത്തത്. ചേച്ചിക്ക് എന്നെ കാണാൻ പറ്റും, എനിക്ക് ചേച്ചിയെ കാണാൻ പറ്റിയില്ലെങ്കിലോ? നീ എന്തൊക്കെയാ പറയണ? എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര തലവേദനയായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അവളവിടെ ഡോക്ടറാണല്ലോ.
ഒന്ന് പോയി ചെക്ക് ചെയ്തപ്പോൾ ട്യൂമർ ആണെന്നോ 4ാമത്തെ സ്റ്റേജാന്നൊക്കെയാണ് പറയണത്. ശരിക്കും പറയാൻ ഷോക്കായിപ്പോയി. കാരണം എന്താ പറയുക, 25 വയസ്സുള്ള പെൺകുട്ടിയുടെ വായെന്ന് ഞാൻ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തൊരു വാക്കാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ എന്താ പറയണമെങ്കിൽ മനസ്സിലാവണില്ലേ ബോബി എന്ന് പറഞ്ഞു. അതാണ് ചേച്ചി സത്യം. കുറച്ചു നേരത്തേക്ക് എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഞാൻ പറഞ്ഞു, നീ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. കുറച്ച് ദിവസം മുന്നെയാണ് എനിക്ക് ഈ സംഭവം അറിയാം, പക്ഷെ 4th സ്റ്റേജ് ആണെന്നും ഇങ്ങനൊരു അവസ്ഥയാണെന്നൊന്നും അറിയില്ല. ഞാനത് ഇന്നലെ അറിയുന്നത്. അപ്പം എമർജൻസി സർജറി പറയുന്നുണ്ട്, ചെയ്യണം. ഇപ്പം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ചെയ്താൽ ഡോക്ടർ പറയുന്നത് 2 years കോമയിലേക്ക് പോകുമെന്നാണ്. 2 years കോമ എന്ന് പറയുന്നത് ഈക്വൽ ടു ഡെത്താണ്. ഞാൻ പറയാൻ, ചേച്ചി നിന്നെ തിരിച്ച് വിളിക്കാൻ ബോബി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പറയാൻ വേർഡ്സ് ഇല്ല. പക്ഷെ ഇപ്പോൾ ഞാനതിനെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അവൾക്ക് ഇന്ന് മെസ്സേജ് ഇട്ടു, ബോബി എന്ത് വന്നാലും നേരിടണം, എന്ത് വന്നാലും നേരിടണം, മനസ്സിനെ ധൈര്യം കൊടുത്ത് നിർത്തണം. ഇവിടെ വരെയാണ് ഭഗവാൻ നമുക്ക് നിശ്ചയിച്ചത് എങ്കിൽ നമ്മൾ അവിടം വരെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു നിമിഷം പോലും ജീവിതത്തേക്കില്ല. അത് എനിക്കായാലും ശരി, നിനക്കായാലും ശരി. നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കേണ്ട ഒരു കാര്യം നിനക്കില്ല. കാരണം എന്താ, നിന്നെ കുറിച്ച് ഓർക്കേണ്ട ഒരു അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട്. അപ്പോൾ അതും ഇതും കൂടെ ആലോചിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വേദനയാണ്. അതേക്കുറിച്ചൊന്നും ഓർത്തിട്ട് നീ അതൊന്നും ഇതാവരുത്. കുഞ്ഞ് അവൻ സേഫാ, ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ. നീ മെന്റലി ഫിസിക്കലി ഫ്രീ ആയിട്ട് പ്രിപ്പയർഡ് ആവുക. നീ ഒന്നിനെയും കുറിച്ചും ആലോചിക്കരുത്. നല്ല ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. വരുന്നിടത്ത് വെച്ച് കാണാം. തീർച്ചയായിട്ടും ചേച്ചി, ഞാൻ പറഞ്ഞു, നിന്റെ മനസ്സ് തളർന്നാൽ നിന്റെ ആരോഗ്യം തളരും. നീ നിന്റെ മനസ്സുകൊണ്ട് വേണം നിന്റെ ആരോഗ്യത്തെ ജയിക്കാൻ. ആ ഒരു ധൈര്യം നിനക്കുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് പൊക്കോളൂ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, വളരെ കുറച്ചായിട്ടേ ഉള്ളൂ ഞാൻ ചേച്ചിയുടെ ക്ലാസ് കണ്ടു തുടങ്ങിയിട്ട്, എനിക്ക് നല്ല ധൈര്യമുണ്ട് ചേച്ചി. അപ്പം അവൾക്ക് ലോങ് ഹെയർ വലിയ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ മുടി ലോങ് ആയിട്ട് വെക്കുമ്പോൾ അവൾ അത് എപ്പോഴും പറയും, അതെന്ത് എണ്ണയാണ് തേക്കുന്നത്, എനിക്കും അങ്ങനെ ഇങ്ങനെ. UK പോയിട്ട് പോലും അവൾ ആ ഹെയർ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവൾ എന്നോട് പറയണം, ചേച്ചി ഞാൻ ഈ ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻസിന്, മുടിയില്ലാത്തവർക്ക് കൊടുക്കണം ചേച്ചി. അത് ചേച്ചി അച്ഛനോട് പറയണം. ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നമ്മൾ ആ സമയം പോലും ഒരു ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ്. ഞാൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനിപ്പം നാട്ടിൽ ആരോട് സംസാരിച്ചാലും അവർ കരയും, എൻ്റെ അവസ്ഥ ആലോചിച്ച് അവർ കരയും. അത് എന്നെയും കൂടുതൽ അപ്സെറ്റ് ആക്കും. പക്ഷെ എനിക്കറിയാം ചേച്ചീനോട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ അതുകൊണ്ടാണ് ചേച്ചിയെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിരിക്കടി പെണ്ണേ, ഇത് നിനക്ക് ആദ്യമായിട്ട് ലോകത്ത് നിനക്ക് വരുന്ന ഒരു അസുഖമല്ല. ഈവൺ എൻ്റെ തലയിലുണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ തലയിൽ അതുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് നീ ഇതൊന്നും ആലോചിക്കേണ്ട. മെഡിസിൻ കഴിക്കുക, ഡോക്ടർ പറയുന്ന പോലെ മുന്നോട്ട് പോവുക, ജപിക്കുക. ഞാൻ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട് ചേച്ചി കുറച്ച് നാളായിട്ട്. അതുകൊണ്ട് ഞാൻ മെൻ്റലി ഓക്കെയാണ്. ശരി, മുന്നോട്ട് പോകൂ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, നേരിടാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ചു. കാരണം അവളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവളൊരു ഡോക്ടറാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത് എന്താ അറിയോ, എണ്ണിക്കഴിയാണ് ദിവസങ്ങൾ. എത്ര ദിവസം എന്ന് പോലും അറിയാതെ എണ്ണിക്കഴിയുന്ന ജീവിതം തുടങ്ങിയ ഒരു വയസ്സായ കുഞ്ഞിന്റെ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ എന്ന് പറയണത് എക്സ്ട്രീംലി അതൊരു വലിയ വാക്കാണ് അല്ലേ, വലിയ വാക്ക്. ചിലപ്പോൾ ഞാൻ ഇന്ത്യയിൽ എത്തുന്നത് ബോഡി ആയിട്ടായിരിക്കും, ചിലപ്പോൾ എത്തില്ല ചേച്ചി. കാരണം നിയർ 50 lakhs വേണം എനിക്ക് അവിടെ എത്താൻ. ചിലപ്പോൾ എന്നെ ഇവിടെ തന്നെ എൻ്റെ എല്ലാം കഴിയും. അങ്ങനെയാണെങ്കിൽ കൂടിയും ഞാൻ എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്നു. ഞാൻ പറയും, ഈ ധൈര്യമാണ് നിനക്ക് റിക്കവർ ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കുക, എപ്പോഴും കൺട്രോൾ ചെയ്യുക. കാരണം എന്താ, മനസ്സ് പതറിപ്പോയോ ജീവിതം താളം തെറ്റി. മനസ്സിനെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ടോ, ജീവിതം താളം തെറ്റില്ല. വരുന്ന പ്രശ്നത്തെ ചങ്കൂറ്റത്തോടുകൂടി നല്ല കേൾവിക്കാരനായി നിന്നുകൊണ്ട് കേൾക്കുക, കേട്ട് അതിനൊരു ചിന്തിച്ചുകൊണ്ട് ഒരു പ്രതിവിധി കണ്ടെത്തുക. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ഒരു പ്രശ്നത്തെയും നേരിടരുത്. അങ്ങനെ നേരിട്ടോ നമ്മൾ തന്നെ തോറ്റുപോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയെ നമ്മൾ നേരിടാൻ പാടില്ല. ഏതൊരവസ്ഥയെയും ബോൾഡായിട്ട് നേരിടുക, നല്ല ചങ്കൂറ്റത്തോടെ. അതിന് നമുക്കെന്നും ഭഗവാൻ കൂട്ടുണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ എടുക്കുന്നത് ധർമ്മമാണോ, ഭഗവാൻ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മൾ വീണുപോയിന്ന്, പക്ഷെ വീഴൂല, ഒരിക്കലും വീഴൂല.
ഭഗവാൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉണ്ടാവും. അതാണ് ഭഗവാന്റെ ആ ഒരു എന്താ പറയാ പവർ എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാനാണ് നമ്മളോട് ജപിക്കാൻ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇന്നിപ്പോ ഈ സമൂഹത്തിന് നമ്മുടെ മേലെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. നമുക്ക് ഒരു തരത്തിലും നമുക്കൊരു സ്വസ്ഥമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള ഒരു അവസരം നമുക്കില്ല. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മളൊന്ന് ഏകാഗ്രതയോട് കൂടി ജപിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അവിടുന്ന് സൗണ്ട് ഇവിടുന്ന് സൗണ്ട് അത് ഇത് അങ്ങനെ എങ്ങനെ 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 ഇറിറ്റേഷനാണ്. അപ്പൊ ഇതിനൊക്കെ പറ്റിയൊരു സമയം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ രാത്രി 11 മണിക്ക് ശേഷം ട്രൈ ചെയ്ത് നോക്കൂ. ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് ഇല്ലെങ്കിൽ രാത്രി 11 മണിക്ക് ശേഷം. അതൊരു 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് നമ്മൾ ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കുക. ആ ഏകാഗ്രതയിൽ നമുക്കൊരു ആശ്വാസം കിട്ടും. അതിന് ബെസ്റ്റാണ് മുസ്ലിംസ് എന്ന് പറയുന്നത്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവര് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവര് മൊബൈലും നോക്കില്ല, ഒന്നും നോക്കില്ല. മുസൽമാനാണോ അവൻ പള്ളിയിൽ പോയിരിക്കും, അവൻ നമസ്കരിച്ചിരിക്കും. പക്ഷെ നമ്മളിലേക്ക് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സ്പിരിറ്റ് വരുന്നില്ല? നമ്മൾ പ്രാർത്ഥിക്കും, ജപിക്കും, വായിക്കും, നാരായണ 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 എന്ന് കുറച്ച് എണ്ണയൊക്കെ എടുത്ത് തലയിൽ തേച്ച് നാരായണ നാരായണ അങ്ങോട്ട് പോയേ അല്ലെ ഇങ്ങോട്ട് വരൂ, അതെടുത്തോണ്ട് വരൂ. ഇതിന്റെ ഇടയ്ക്ക് ഒരു 100 വർത്താനം ഉണ്ടാവും. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് സഞ്ജുവിനെ പേടിപ്പിച്ചത്. ഇപ്പൊ പോയി കുളിക്ക്, 5 മിനിറ്റ് കൊണ്ട് കുളിച്ചിട്ട് വരണം. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മള് തരണം ചെയ്യാൻ പഠിക്കണം. ഇത് തരണം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു ആധ്യാത്മികമായിരിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ്. മനസ്സിലായി? ആ ശക്തിയാണ് നമ്മുടെ പോസിറ്റീവ് എനർജി. ആ പോസിറ്റീവ് എനർജിയെ നമ്മൾ ഏത് രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകും. തരൂ വിനോദ്, ഞാൻ ക്ലാസ്സിലാ. ഓക്കെ, ബൈ. സഞ്ജുവിന്റെ പപ്പയാ. അപ്പൊ ഏത് രീതിയിലും നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ജപം എന്ന് പറയുന്നത്. ആരെയും ബോധിപ്പിക്കേണ്ട, ജപിക്കുക. ജപിച്ചോണ്ടേയിരിക്കുക. മനസ്സ് കൺട്രോൾഡ് ആവും. മനസ്സ് കൺട്രോൾ ആയോ ജീവിതം കൺട്രോൾ ആവും. ജീവിതം കൺട്രോൾ ആയോ സക്സസ് എന്ന് പറയുന്ന വാക്ക്, വിജയം എന്ന് പറയുന്ന വാക്ക് ദൂരെയല്ല. ഓക്കെ, പിന്നെന്താ പറയണത്? ബ്രഹ്മചര്യ ദീക്ഷയില്ലെങ്കിൽ ആധ്യാത്മിക പുരോഗതി പ്രയാസമേറിയതാവും. അപ്പോൾ ബ്രഹ്മചര്യ ദീക്ഷ എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, വിവാഹ ജീവിതത്തെ കുറിച്ചല്ല പറയുന്നത്. ബ്രഹ്മം ചരിക്കണം, ബ്രഹ്മത്തെ അറിയണം. ബ്രഹ്മത്തെ അറിയുന്ന പറഞ്ഞാൽ ഈശ്വരനെ അറിയണം. ഈശ്വരനെ അറിയാന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങളോട് ഗുഡ് ബൈ പറയണം, ആവശ്യങ്ങളോടും ഗുഡ് ബൈ പറയണം. ഭഗവാനെ അറിയണം. ഓട്ടോമാറ്റിക്കലി നമുക്ക് ചുറ്റുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. പക്ഷെ അതിലൊന്നും നമ്മൾ അത്രയ്ക്ക് എന്താ പറയാ അറ്റാച്ച്ഡ് ആയിരിക്കില്ല, ഡിറ്റാച്ച്ഡ് ആയിരിക്കും. എന്ത് കിട്ടിയാലും എന്ത് നടന്നാലും ഓഹോ ആഹാ അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അത് ഇത് അങ്ങനെയുള്ള യാതൊന്നിലേക്ക് നമ്മുടെ മനസ്സ് പോവില്ല. എന്ത് നമ്മളിൽ വന്ന് സന്തോഷമുള്ള കാര്യം വന്നു ചേർന്നാലും നമുക്ക് അതിനൊരു ലിമിറ്റ് വെക്കാൻ പറ്റും മനസ്സിൽ. അത് ഓക്കെ, ഭഗവാൻ അത്രേ ഉള്ളൂ. ആ രീതിയിൽ വരും. അതല്ലാതെ ഞാൻ എന്റെ കഴിവ് എനിക്ക് ആ തോന്നൽ എപ്പോ നമ്മുടെ മനസ്സിൽ വരുന്നോ, ആ വാക്ക് എപ്പോ നമ്മുടെ മനസ്സിൽ വരുന്നോ, നമ്മൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എനിക്ക് എന്നുള്ളൊരു വാക്ക്, എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ ചെയ്യും, ഞാനാണ് ഉണ്ടാക്കി, ഈ തോന്നലോട് കൂടി എന്താണ് നമ്മൾ അധപ്പതിക്കുകയാണ്. ആ അധപ്പതനം നമ്മൾ ക്ഷണിച്ചു വരുത്തരുത്. ഭഗവാൻ തന്നു, ഭഗവാൻ തരും, ഭഗവാനോട് പറയാം, ഭഗവാനോട് ചോദിക്കാം. ആ രീതിയിൽ സമസ്തവും ഭഗവാനിലേക്ക് കൊടുക്കുക. അതാണ് സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സർവവും കൃഷ്ണന് നമ്മൾ സമർപ്പിക്കുകയാണ്. എല്ലാം ഭഗവാന് സമർപ്പിക്കുകയാണ്. ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ തീരുമാനിക്കട്ടെ നമുക്ക് എന്ത് തരണം എന്ത് തരണ്ട എന്നുള്ളത്. അത് ഏത് സമയത്ത് തരണം ഏത് സമയത്ത് തരണ്ട എന്നുള്ളത് ഭഗവാൻ തീരുമാനിക്കട്ടെ. ആ രീതിയിൽ മുന്നോട്ട് പോവുക. അതിന് ഒരു ഏറ്റവും നല്ല കലിയുഗത്തിൽ ആധ്യാത്മിക സിദ്ധാന്ത പ്രകാരം ഇവിടെ പറയുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമോച്ചാരണമില്ലാതെ ഭഗവത് സാക്ഷാത്കാരത്തിന് മറ്റൊരു വഴിയില്ലെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രമല്ലാതെ മറ്റൊരു വഴിയും, ഈ ഒരു നാമോച്ചാരണമല്ലാതെ മറ്റൊരു വഴിയും കലിയുഗത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? കലിയുഗത്തിൽ ഭഗവാൻ നാമത്തിലാണുള്ളത്, വേറെ എവിടെയുമല്ല. ഭഗവാൻ നാമ സങ്കീർത്തനത്തിനാണുള്ളത്. അദ്ദേഹത്തിന്റെ നാമം സദാ ജപിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം നമ്മളിലേക്ക് വരും. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളിപ്പോ ഒരു പേര് വിളിക്കുന്നു, ഗിരിജ സുനിൽ എന്ന് വിളിച്ച ആ പേരുള്ള വ്യക്തികളെല്ലാം തിരിഞ്ഞു നോക്കും, ഇല്ലേ? എല്ലാവരും തിരിഞ്ഞു നോക്കും.
ഗിരിജാ സുനിൽ എന്ന് ഉറക്കെ വിളിച്ചാൽ അത് കാതിൽ കേട്ടാൽ ആ വ്യക്തി തിരിയാതിരിക്കില്ല, ആ വ്യക്തി തിരിഞ്ഞു നോക്കും. അല്ലെ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്നെയാണല്ലോ വിളിച്ചത്. അപ്പൊ ഈ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് വിളിക്കുമ്പോ ഭഗവാൻ അത് കേൾക്കുന്നുണ്ട്. ഭഗവാൻ അത് എന്നെയാണല്ലോ വിളിക്കുന്നത്, എന്റെ നാമമാണല്ലോ പറയുന്നത്. അപ്പൊ അദ്ദേഹം കേൾക്കാതിരിക്കും? അദ്ദേഹം കേൾക്കും. അപ്പോ കുറച്ച് ദൂരെയാണ് ഗിരിജാ സുനിൽ നിൽക്കുന്നതെങ്കിൽ ഗിരിജാ സുനിൽ എന്ന് വിളിക്കുമ്പോ അവരവിടുന്ന് ഇങ്ങോട്ട് നടന്നെത്താനുള്ള ഒരു സമയമുണ്ട് ഇല്ലേ? പറന്നു വരാൻ പറ്റൂലല്ലോ, പറന്നു വന്നാലും ഒരു സമയമുണ്ട്. അപ്പൊ അതേപോലെ ഭഗവാൻ നമ്മളിൽ നിന്ന് ദൂരെ നിൽക്കുകയാണ്. കാരണം എന്താ? നമ്മൾ ഭഗവാന്റെ അടുത്തുനിന്ന് ദൂരേക്ക് പോയി. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ ഭഗവാന്റെ അടുത്തുനിന്ന് കുറേ ദൂരോട്ട് മാറിപ്പോയി. അപ്പൊ നമ്മളിപ്പോ അടുക്കാൻ ശ്രമിക്കുകയാണ് ഭഗവാനോട്. അതെങ്ങനെ? ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് അടുക്കാൻ ശ്രമിക്കുകയാണ്. കൃഷ്ണ 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 എന്ന് നമ്മൾ വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുമ്പോ എന്തായി? ഭഗവാൻ ചിന്തിക്കുക എന്നെയാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ആ വിളി കേട്ട് ഭഗവാൻ അവിടുന്ന് ഇങ്ങോട്ടൊന്ന് എത്തണം. മനസ്സിലായോ? ഭഗവാൻ അവിടുന്ന് ഇങ്ങോട്ടേക്കൊന്ന് എത്തണം. നമ്മളിലേക്ക് എത്താനുള്ള സമയം നമ്മൾ കൊടുക്കണം. ആ സമയങ്ങൾ അത്രയും നമ്മൾ ക്ഷമിക്കണം, ക്ഷമയോടെ ഇരിക്കണം. അദ്ദേഹം വരും. അദ്ദേഹത്തിന്റെ ശ്രദ്ധ നമ്മളിൽ വീണ് കഴിഞ്ഞു, അത് പതിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ. ഇനി അദ്ദേഹം നമ്മളിലേക്ക് അടുത്തടുക്കാനുള്ള, അടുത്ത് നമ്മളിലേക്ക് വരാനുള്ള ഒരു ചെറിയ സമയം, അത്രയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. മാതാജിയുടെ സൗണ്ട് മാറി കൊള്ളില്ലേ? അന്ന് സുജാത മാതാജി വരുമ്പോ എനിക്ക് ശബ്ദം കുറച്ച് പ്രശ്നമായിരുന്നു അല്ലെ? ശബ്ദം അടഞ്ഞിരിക്കുകയായിരുന്നു. 2 വർഷം എനിക്ക് ശബ്ദം അടഞ്ഞു പോയി. കറക്റ്റാണ്. ഒരുപാട് മെഡിസിൻസ് ഒക്കെ ശ്രമിച്ചു നോക്കി, രക്ഷയുണ്ടായിരുന്നില്ല. ഡബിങ് ഒക്കെ സ്റ്റോപ്പായി. അപ്പോ നമ്മൾ ഇവിടെ അഭയം പറഞ്ഞു, കിച്ചൂട്ടാ എന്റെ ശബ്ദം തിരിച്ചു തരൂ കിച്ചൂട്ടാ. ചെമ്പയ്ക്ക് നാദം കൊടുത്ത പോലെ എന്റെ ശബ്ദം തിരിച്ചു തരൂ ഭഗവാനേന്ന് അവസാനം അഭയം പറഞ്ഞു തുടങ്ങി. എപ്പോഴോ അത് ശരിയായി. അത്രേ എനിക്ക് പറയാൻ പറ്റും. എപ്പോഴോ ശരിയായി. അതെന്താന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ആ പ്രശ്നമില്ല. ഭഗവാന്റെ കാരുണ്യം അദ്ദേഹത്തിന്റെ തൃപ്പാദാര വിന്ദങ്ങളിൽ സമർപ്പണം ചെയ്യുന്നു. ഇനി നമ്മൾ പോണത് 12ാമത്തെ ശ്ലോകത്തിലേക്കാണ്. 12ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പം സർവദ്വാരാണി സംയമ്മ മനോഹൃതി നിരുദ്ധ്യച്ച മൂർധന്യായതാത്മന പ്രാണമാ സ്ഥിതോ യോഗധാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞ പ്രകാരം യോഗം പരിശീലിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കഥ കടക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, ബ്രഹ്മചര്യം പാലിക്കുക. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഭഗവാനിലേക്ക് അടുക്കണമെങ്കിൽ ആദ്യം ഇന്ദ്രിയങ്ങളെ എന്ത് ചെയ്യണം? ഗണേഷ് പ്രഭു, ഇന്ദ്രിയങ്ങളുടെ കഥ കടക്കണം. ആഗ്രഹങ്ങൾ, ഇന്ദ്രിയങ്ങളല്ലേ നമ്മളെ വഴിതെറ്റിക്കുന്നത്? ശരിയല്ലേ? നാവെന്ന് പറയുന്ന ആ ഒരു ഇന്ദ്രിയം ടേസ്റ്റ് അന്വേഷിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് എന്താ? അയ്യോ നാളെ നിർത്താം നോൺ വെജ്, ചൊവ്വയും വെള്ളിയും നോൺ വെജ് വേണ്ട, മറ്റന്നാള് നിർത്താം, അടുത്ത മാസം 1-ാം തീയതി മുതൽ, പുതുവർഷം മുതൽ ഞാൻ നിർത്തും. അതെന്തുകൊണ്ടാ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഒരാളുടെ കുറ്റം പറയണം, എനിക്ക് കേൾക്കണ്ട എന്ന് വിചാരിച്ചിരിക്കും. എന്നാലും അവിടെ എന്തായിരിക്കും സംഭവിച്ചത്? ഒന്ന് അന്വേഷിക്കായിരുന്നു. അല്ല, ഞാനങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ചോദിക്കുന്നതല്ല, എന്താ അവിടെ ശരിക്കും ഉണ്ടായത്? ഇതെന്തുകൊണ്ടാ? അന്യരുടെ പരദൂഷണം കേൾക്കാനുള്ള ഇന്ദ്രിയങ്ങളുടെ വ്യഗ്രത, അറിയാനുള്ള ഒരു ജിജ്ഞാസ. ഒന്ന് അവിടെ പോയി നോക്കാം, അവിടെ എന്താ നടക്കണേ, കാര്യങ്ങൾ അറിഞ്ഞിരിക്കാലോ. ഇതൊക്കെയാണ് ഇന്ദ്രിയങ്ങളുടെ പ്രശ്നം. ഇനി എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്, ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ വേഗം പോയി നോക്കിയിട്ട് വരട്ടെ, കാണാനുള്ള ആ ഒരു വ്യഗ്രത. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ കഥകം അടച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ട, കേൾക്കുകയും വേണ്ട, അറിയുകയും വേണ്ട, അനുഭവിക്കുകയും വേണ്ട. കാണാനും കേൾക്കാനും അറിയാനും പോയിട്ടല്ലേ അനുഭവിക്കേണ്ടി വരുന്നത്? അനുഭവിക്കാൻ താല്പര്യമില്ല. ആരോ എന്തോ എങ്ങനെയോ എവിടെ എന്ത് വേണേലും ആയിക്കോട്ടെ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് വളരെ ചെറിയ സമയമാണ് ജീവിതത്തിൽ. ആ ചെറിയ സമയം എനിക്ക് എന്റെ ഭഗവാന്റെ കാര്യം നോക്കണം. അവൾ എന്ത് ചെയ്താലും ശരി, അവൻ ഏത് വഴിക്ക് പോയാലും ശരി, ഞാൻ അറിയേണ്ട കാര്യമില്ല. ഈ മനോഭാവത്തിൽ നിന്ന് നമ്മൾ ഈ ഭഗവാനുമായിട്ട് അടുക്കാൻ വളരെ ഈസിയാണ്. ഇതേപോലെ പോവാണെങ്കിൽ ഭഗവാനോട് അടുക്കാൻ പറ്റും, തീർച്ചയായിട്ടും അടുക്കാൻ പറ്റും, ഒരു സംശയമില്ല. അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ പിന്നെന്താ പറയണത്? ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുകയും പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗാസ്ഥന സ്നാനം. നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രതയോടുകൂടി വെച്ച് പ്രാണവായുവിനെ നമ്മൾ മൂർധാവിൽ എത്തിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഒന്നും അറിയേണ്ട കാര്യമില്ല. അതിന്റെ ചൈതന്യം നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. അറിയാമോ?
ഉറപ്പായിട്ടും റിഫ്ലക്ട് ചെയ്യും. നമ്മൾ എത്ര ജപിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഫേസിൽ നോക്കിയാൽ അറിയാൻ പറ്റും. സീരിയസ്ലി. ആദ്യ കാലങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്ക്, ഇപ്പത്തെ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്ക്, ജപിച്ചതിന് ശേഷം കേട്ടോ, ജപിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കൂ. ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ണിന്റെ ആ ഒരു ഷാർപ്നെസ് അറിയാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ ആ ഒരു ആധ്യാത്മികമായിരിക്കുന്ന ആ ഒരു ചൈതന്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള നെഗറ്റീവ്സ് എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകും. അത് വ്യക്തിബന്ധങ്ങളാണെങ്കിൽ പോലും നമ്മളിൽ നിന്ന് പോകും. നമ്മുടെ കൂടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത്ര നാളും നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച പല പല കാര്യങ്ങളും ശരിയല്ല എന്ന് നമ്മുടെ മുമ്പിൽ തന്നെ ബോധ്യപ്പെടും. അങ്ങനെ നമ്മൾ ഭഗവാനോട് അടുത്തടുത്ത് നമുക്ക് ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം വരും. ആ ആത്മബന്ധത്തിലൂടെ ആധ്യാത്മികതയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ക്ലിയർ? മനസ്സിലായോ? ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ ആരും ഒന്നും മിണ്ടണില്ല. മനസ്സിലായോ? ഫ്രൈഡേ ആണോ ഏകാദശി എന്ന് നോക്കിയിട്ട് പറഞ്ഞത്. നമ്മുടെ ഇസ്കോൺ കലണ്ടർ എടുത്തിട്ട് നോക്കാം കേട്ടോ. എല്ലാരും ഷെയർ ചെയ്യൂ കേട്ടോ. പറയും. മനസ്സിലായോ? യെസ്, ഒരാളെങ്കിലും ഉത്തരം പറഞ്ഞു മനസ്സിലായെന്ന്. ബാക്കി എല്ലാരും കൂപ്പുകയാണ് മനസ്സിലായി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോ ഇവിടെ പറഞ്ഞതുപോലെയുള്ള യോഗാനുഷ്ഠാനത്തിന് ആദ്യമായിട്ട് വേണ്ടത് സർവ്വ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിവ് സമ്പാദിക്കുന്ന ഇന്ദ്രിയങ്ങളെ, നമ്മുടെ അറിവ് സമ്പാദിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ സത്സംഗത്തിലൂടെ ഒക്കെ നമുക്ക് പല പല അറിവുകൾ കിട്ടും. അതിപ്പോ എന്റെ ക്ലാസ് മാത്രം കാണണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. കാരണം എന്താ, എല്ലാവരുടെ ക്ലാസ്സും കാണാം. ഭഗവാനെ കുറിച്ച് ആരൊക്കെ പറയുന്നു അവരുടെ ഒക്കെ ക്ലാസ് കണ്ടോളൂ. വളരെ നല്ലതാണ്. എത്രത്തോളം അദ്ദേഹത്തെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നു അത്രത്തോളം നമ്മൾ ആധ്യാത്മികതയിൽ ഉയരൂലേ. അപ്പോ എത്ര നമ്മൾ ഭഗവാനിലേക്ക് അടുക്കണം എന്നുണ്ടോ, അതിന് എന്തെല്ലാം വഴികളുണ്ടോ, അതെല്ലാം ഒന്നുമില്ല രമണ പ്രഭു, എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികളിലൂടെ ഒക്കെ നമ്മൾ പോവാ. അത്രേ ഉള്ളൂ. ഭഗവാനെ കുറിച്ച് ആരൊക്കെ നല്ലത് പറയണോ അവരുടെ ഒക്കെ വാക്കുകൾ കേൾക്കുക. ഇവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മള് ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഭഗവാനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നതും മറ്റു 10 പേര് പറയുന്നതും എന്താണ്, 10 രീതിയിലായിരിക്കും. അപ്പോ ഭഗവാനെ കുറിച്ച് എവിടെ നിന്നൊക്കെ അറിവുകൾ സമ്പാദിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ അറിവുകൾ സമ്പാദിക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പോ നമുക്ക് ആരുടെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കാൻ സാധിക്കുമോ അപ്പോ നമ്മള് അവരുടെ ഒക്കെ ക്ലാസ് കേൾക്കുക, അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ ഭഗവാനെ കൂടുതൽ 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 നമ്മളെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുക. ഓക്കെ, അപ്പോ അറിവ് സമ്പാദിക്കുന്ന ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങളും സ്വാനുഭവങ്ങളിൽ ഏർപ്പെടാതെ, അതായത് സ്വന്തം സുഖത്തില് എന്താ പറയാ ഏർപ്പെടാതെ പൂർണ്ണമായും നിയന്ത്രിക്കണം. മനസ്സിലായില്ലേ? നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അത് അതിൻ്റെതായ സുഖത്തിലേക്ക് പോയി വീഴാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഭഗവാനെ നമ്മുടേതായ ഒരു ലോകത്തിലേക്ക് ഭഗവാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളെ ആദ്യം നിയന്ത്രിക്കുക. പിന്നെയോ ഇങ്ങനെ ചെയ്താല് മനസ്സ് ഹൃദയസ്ഥനായിരിക്കുന്ന പരമാത്മാവിൽ ഉറയ്ക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പുറമേയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചാൽ മനസ്സ് പരമാത്മാവിൽ അങ്ങ് ഉറച്ചു നിൽക്കും. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും മനസ്സങ്ങ് ഉറച്ചു നിൽക്കും. അതാണ് വേണ്ടത്. നമ്മൾ എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സങ്ങോട്ട് ഉറച്ചുറച്ചുറച്ചുറച്ചു നിൽക്കും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് ഓരോ സെക്കൻഡും എനിക്ക് എവിടെ സമയം കിട്ടിയാലും ഞാൻ ജപിക്കും. ഇടയ്ക്കൊക്കെ എനിക്ക് ആ ജപം ഒന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെയും ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കാരണം ആ ഒരു ജപത്തിന്റെ ശക്തി വളരെ ഭയങ്കര പവർഫുൾ ആണ്. ഇപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞാൽ രാത്രി എന്ന് വെച്ചാൽ മേലെ ടെറസിൽ പോകും. നല്ല കാറ്റാണ്, ഓപ്പൺ ടെറസാണ്, നിലാവെളിച്ചൊക്കെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ഒരു ക്ലിക്കറോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കുറേ നേരം നടന്ന് ജപിക്കും. ആ തണുത്ത കാറ്റും എല്ലാ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ചില സമയത്ത് അത് 12:15, 1 മണി, 1:15 ആവുന്ന ഞാൻ അറിയാറേ ഇല്ല. ഉറക്കവും നമുക്ക് അത്ര വരില്ല. അങ്ങനെ ജപിച്ച് ഇങ്ങനെ നടക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ. അതിനുവേണ്ടി ആദ്യം മൊബൈൽ ഞാൻ അവിടെ താഴെ വയ്ക്കും. ബിന്ദുമ്മയോട് പറയും ആര് വിളിച്ചാലും ഫോൺ എടുക്കണ്ട,
അത്രേ ഉള്ളൂ. ആര് വിളിച്ചാലും എടുക്കണ്ട. 10 മണി കഴിഞ്ഞു, ഞാൻ മേലെ പോവാന്ന് പറയും. കാരണം വെച്ചാല് ആ ജപത്തിനൊരു ഭയങ്കര സുഖം. ശരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം ഈ മൊബൈലാണ് നമുക്ക് ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ് ഇല്ലേ. അപ്പോൾ ബാക്കി ഏത് സമയത്തും എടുത്തോ, ഉറങ്ങുമ്പോൾ എടുത്തോ, ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്തോ, ടോയ്ലറ്റിലിരിക്കുമ്പോൾ എടുത്തോ, എപ്പോൾ വേണേലും എടുത്തോ. ജപിക്കുമ്പോൾ ഒന്ന് മാറ്റിവെക്ക്, പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് മാറ്റിവെക്ക്. ഈ സാധനത്തിന് മനസ്സിലാവുന്നുണ്ട്. നാളെ ഷൂട്ടുണ്ട് മതി, മാറ്റിവെക്ക്, എന്നിട്ട് ജപിക്ക്. ഈ സാധനം അടുത്ത് വെച്ചുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, നമുക്കൊരു ഏകാഗ്രതയില്ല. നമ്മുടെ മൈൻഡ് പല 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 കാര്യങ്ങളിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജപത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര ശക്തിയാണ്, ഭയങ്കര പവറാണ്. ആ പവറാണ് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഡിറ്റാച്ച്ഡ് ആവേണ്ടത് മൊബൈലിനോടാണ്. അതുവരെയുള്ള സമയങ്ങളിൽ എന്താ ചെയ്തു, അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അതങ്ങോട്ട് മാറ്റി വെക്കുക, എന്നിട്ട് ജപിക്കുക. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാന്നല്ല, ട്രൈ ചെയ്യൂ. ഭയങ്കര രസമാണ്, ട്രൈ ചെയ്യൂ. നല്ല ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടും നമുക്ക്. നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത എന്തൊരു കാര്യം ആര് ഡിസ്കസ് ചെയ്യാൻ വന്നാലും അവിടെ കട്ട് ചെയ്യാം. പക്ഷെ തിരക്കിലാണേ, അല്ലെങ്കിൽ അതങ്ങനെ പോട്ടെ, ആ രീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കൂടുതൽ ആ ടോക്കിലേക്ക് നമ്മൾ പോവരുത്. അത് പോയാലാണ് നമ്മുടെ മനസ്സിന്റെ സന്തോഷം ഇല്ലാതാക്കുന്നത്. ഓക്കെ, മനസ്സിന് സന്തോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യൂ. ജീവിതത്തില് ആയുസ്സും ആരോഗ്യവും സമാധാനവും ശാന്തിയും ആധ്യാത്മികതയിലും ഒക്കെ വരാൻ പറ്റും. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യണ്ട, അത് മാത്രം ചെയ്യും. പിന്നെന്താ പറയണേ, ഇങ്ങനെ ചെയ്താല് മനസ്സ് പരമാത്മാവില് ഉറച്ചു നിൽക്കും. പ്രാണശക്തി മൂർധാവിലേക്ക് വരികയും ചെയ്യും. നമ്മുടെ പ്രാണശക്തി മൂർധാവിലേക്ക് വരികയും ചെയ്യും. 6-ാം അധ്യായത്തില് ഈ പ്രക്രിയയെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണേ, അത് ലാസ്റ്റ് കഴിഞ്ഞ അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. മുൻപ് പറഞ്ഞതുപോലെ ഈ പരിശീലനം ഈ യുഗത്തിൽ കുറച്ച് പ്രയാസമാണ്. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് രാത്രി ചെല്ലാൻ പറഞ്ഞു. രാത്രി ഇത് ജപിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്കൊരു ശാന്തിയും സമാധാനവും കിട്ടുക. രാത്രിയിൽ നമ്മൾ സ്വസ്ഥമായി ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു ഭയങ്കര ഒരു ശാന്തി കിട്ടും. ആ ശാന്തിയാണ് നമുക്ക് സമാധാനം തരുക. ആ സമാധാനത്തോടു കൂടി നമ്മൾ ബെഡിൽ പോയി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആശ്വാസം കിട്ടും. നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് നമുക്കൊരു സമാധാനവും ഇല്ലാതെ പോകുന്നത്. ആ ഒരു ഡിസ്റ്റർബൻസ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറക്കം ശരിയായില്ലെങ്കിൽ ആരോഗ്യം ശരിയാവില്ല. ആരോഗ്യം ശരിയായില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ശരിയാവില്ല, ചിന്തകൾ ശരിയാവില്ല. ആകെപ്പാടെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനം മനസ്സാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം ജപത്തെ കൺട്രോൾ ചെയ്യണം. ജപം നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സും ശാന്തിയാവും, ജീവിതവും ശാന്തിയാവും, ഉറക്കും ശാന്തിയാവും, എല്ലാം ശാന്തമാവും. ആ ശാന്തിയിലൂടെ വേണം ജീവിച്ച് മുന്നോട്ട് പോകാൻ. ഓക്കെ, പിന്നെന്താ പറയണത്, കൃഷ്ണാവബോധമാണ് ഈ കാലത്തെ ഏറ്റവും നല്ല പ്രക്രിയ. ജപിക്കുക, വായിക്കുക, സത്സംഗങ്ങൾ കേൾക്കുക, കൃഷ്ണാവബോധം. കൃഷ്ണനിലൂടെ മുന്നോട്ട് പോവുക. കൃഷ്ണനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരാശ്വാസം. മറ്റൊരു കാര്യത്തിനും ഈ യുഗത്തിൽ നമുക്ക് സമാധാനം തരാൻ കഴിയില്ല, ഒരിക്കലും സാധിക്കില്ല. പിന്നെന്താ പറയുന്നത്, ഭക്തിപരമായിരിക്കുന്ന സേവനത്തിൽ മുഴുകിക്കൊണ്ട് എപ്പോഴും കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിച്ചാൽ, അതിന് സാധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഇളക്കമറ്റ അതീന്ദ്രിയ സമാധി അനായാസേന ലഭിക്കുന്ന പറയുന്നത്. കൃഷ്ണനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മനസ്സിനെ ഒന്നിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല, ഒരിക്കലും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. ആരെന്ത് നമ്മളോടൊരു ഫോഴ്സ്ഫുള്ളി വന്ന് പറഞ്ഞാലും നമ്മൾ ഭഗവാനിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ഭൂകമ്പത്തിനും നമ്മളെന്ന് പറയുന്ന ആ ഒരു സത്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിയിലെ എല്ലാ ശക്തികളും കൂടി നമ്മൾ ആക്രമിക്കാൻ വന്നാലും കൃഷ്ണ എന്നൊരു നാമം നമ്മുടെ നാവിലുണ്ടോ, ഒരു കവചമായി കൃഷ്ണൻ കൂടെ നിൽക്കും, കവചമായിട്ട് കൂടെ നിൽക്കും. ആ കവചമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനാണ് ഞാൻ ജപിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്ക് നെറ്റൊക്കെ തീരുന്നുണ്ട്. 1 മണിക്കൂറായില്ലേ നമ്മുടെ ക്ലാസ്. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക.
സന്തോഷമായിട്ടിരിക്കുക. ഞാൻ അയച്ചിട്ടില്ല മാതാജി ഏകാദശി ബുക്ക്. അവിടെ മഴയൊക്കെ ആയതുകൊണ്ടാണ് അയക്കാതിരുന്നത്. പിന്നെ ഞാനും 2 ദിവസം യാത്രയിലായിരുന്നു. ഇപ്പൊ ഒന്ന് വന്നതേ ഉള്ളൂ. അപ്പം നാളെ ഷൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അയച്ചു തരാം. ഗംഗാജലമൊക്കെ അയച്ചു തരാം. പിന്നെ ജപമാല, ക്ലിക്കർ, അങ്ങനെയുള്ള എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. കൃഷ്ണാവബോധം, വൈഷ്ണവ ഗീതങ്ങൾ, ഭഗവത്ഗീത ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജുകൾ ഇനി കുറച്ചും കൂടിയേ നോക്കാനുള്ളൂ. ബാക്കിയൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ നോക്കി തീർത്തു. ഇനി എന്തെങ്കിലും മെസ്സേജുകൾ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. വരും ദിവസങ്ങളിൽ നമ്മുടെ അന്നദാനമുണ്ട്. ഒത്തിരി അന്നദാനം കൊടുക്കാനുണ്ട്. അന്നദാനം, വസ്ത്രദാനമൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ലീവിന് നമ്മുടെ ചണ്ഡികാ ഹോമമുണ്ട്. അങ്ങനെ 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 കുറേ കാര്യങ്ങൾ, തിരുനെല്ലി പോക്ക്, കുറേ വീൽ ചെയർ കൊടുക്കൽ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പെൻഡിങ് വെച്ചതുണ്ട്. തിരുനെല്ലിയിൽ പോകുമ്പോൾ നമ്മുടെ സുധിച്ചേട്ടൻ്റെ അവർക്ക് വേണ്ടി കളക്ട് ചെയ്ത ചെറിയൊരു എമൗണ്ട് ഉണ്ട്. അതും കൂടി അവർക്ക് അമ്പലത്തിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ 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 ഇട്ട് തരാം. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് ഇട്ട് തരാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, മൈൻഡ് റിലാക്സ് ചെയ്യുക. എത്രത്തോളം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും അത്രത്തോളം സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഒരു ശക്തിക്കും നമ്മളെ നശിപ്പിക്കാൻ കഴിയരുത്. നല്ല ബോൾഡായിട്ടിരിക്കുക. ഓക്കെ, ഹാപ്പി, സന്തോഷമായിട്ടിരിക്കുകയില്ലേ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉറപ്പായിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉറപ്പായിട്ടുണ്ടാവും. എല്ലാവരും സുഖമായിരിക്കുന്നു മാതാജി. പ്രതിസന്ധികളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. ആ 20% എന്താ പറയാ, ദുഃഖത്തെ അങ്ങോട്ടേക്ക് നമ്മളങ്ങോട്ട് കാറ്റിൽ പറത്തിയിട്ട് വലിയ സന്തോഷങ്ങളിലേക്ക് പോവുക. നോക്കട്ടെ, സാധിച്ചാൽ നാളെ രാവിലെ ക്ലാസ് എടുത്തരാം. ഒരു 7:30 ആ സമയത്ത് എടുത്തരാം. എന്തായാലും നാളെ ഷൂട്ടിലുണ്ട്. നേരത്തെ പൂജയൊക്കെ കഴിയുമ്പം 7:30 മണിക്ക് നമുക്കൊരു ക്ലാസ് പഠിക്കാം. ഓക്കെ, കുറേ നേരം എടുത്തു കഴിഞ്ഞാൽ പാവം പലരും ഉറങ്ങിപ്പോവും. ക്ലാസ് ഇപ്പോൾ ലൈവ് വന്ന് കാണാത്ത ആൾക്കാരെ അവർ വന്നിട്ട് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അയ്യോടാ കഴിഞ്ഞു മുതലാളി, അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ക്ലാസ് കേൾക്കുന്നത്. രാത്രി കിടക്കാൻ നേരത്ത് ഇതിങ്ങനെ കേട്ട് അപ്പോൾ കുറേ ക്ലാസ് ആകുമ്പോൾ അവർ ഉറങ്ങിപ്പോവും. അപ്പം അത് വേണ്ട. 2 ശ്ലോകം 1 ശ്ലോകം അതൊക്കെ എടുത്താൽ നമുക്കിങ്ങനെ സുഖമായിട്ട് പോലെ. ലച്ചു ഭയങ്കര ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് വീട്ടിൽ. അവർക്ക് പൂച്ചയെ വേണം, ആനയെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പോക്കൊക്കെ ആണല്ലോ ആള്. അപ്പം അതിൻ്റെയൊക്കെ ഓരോരോ തിരക്കൊക്കെ ആയിട്ട് ആളിങ്ങനെ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ധൈര്യത്തോടെ ഇരിക്കുക. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും കിച്ചൂട്ടൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനകൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിലും എൻ്റെ നാവിലും ഉണ്ട്. ഗുരുവായൂർ മഞ്ജരീസ് കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ഭഗവാനെ അവിടുന്ന് അങ്ങയോടുകൂടെ അങ്ങയുടെ പാതാര വിന്ദങ്ങളിൽ ചേർത്ത് നിർത്തണേ. അവരുടെ എല്ലാ പ്രതിസന്ധികളിലും അങ്ങ് തുണയായിരിക്കണേ. ഒരാളുടെ ദുഃഖം പോലും കേൾക്കാനില്ലാത്ത ഗുരുവായൂർ മഞ്ജരീസ് എനിക്ക് നൽകണേ. ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ, സന്തോഷമായിരിക്കുക. സായുഷ് പ്രഭു, അങ്ങ് എന്നും അങ്ങ് എൻ്റെ പ്രാർത്ഥനയിലാണ്. അങ്ങയുടെ കാലൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചെയ്ത് തീർക്കട്ടെ. ശ്രീധരൻ പ്രഭുവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഞാൻ ഉദ്ദേശിച്ച സെഗ്മെന്റിലേക്കെല്ലാം ഒന്ന് എത്തിയിട്ട് വേണം. അതൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വേണം അങ്ങയുടെ പ്രയാസങ്ങളിലേക്ക് ഇറങ്ങാൻ. തീർച്ചയായിട്ടും അങ്ങയെ മാറ്റി നിർത്തിയതല്ല, എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഒന്നിനും തളരാൻ പാടില്ല. ധൈര്യമായിട്ട് ബോൾഡായിട്ട് മഞ്ജരീസ് കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാരിരുമ്പ് പോലെ ഇരിക്കണം. എന്ത് വന്നാലും ബോൾഡായിട്ട് നേരിടാൻ പഠിക്കണം. അങ്ങനെയുള്ള മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകും. ഓക്കെ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പോട്ടെ. പ്രഭുപാത് की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय. ओम श्री मात्रे नमः. അഷ്ടമംഗല്യ ദൈവ പ്രശ്നമാണ്. സൂപ്പർ. പ്രാർത്ഥിക്കൂ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അവിടെ പോയ കാര്യങ്ങളൊക്കെ എന്നോട് പറയൂ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നു. ക്ഷേത്ര ദർശനം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ടോ എല്ലാവർക്കും ക്ഷേത്ര ദർശനം? നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഗുരുവായൂർ മഞ്ജരീസിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 9342494941 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടാം. 93 42 49 49 41 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊരു മെസ്സേജ് തരിക. വിളിക്കേണ്ട, മെസ്സേജ്. നിങ്ങളുടെ പേരെന്താണ്, ഫേസ്ബുക്ക് ഉണ്ടോ, യൂട്യൂബ് ഉണ്ടോ, ഇതൊന്ന് മെസ്സേജ് തരിക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പ്രഭാത മഞ്ജരി കിട്ടും, ക്ഷേത്ര മഞ്ജരി കിട്ടും, ഗാനമഞ്ജരി കിട്ടും, ആയുർ മഞ്ജരി കിട്ടും. അങ്ങനെ കുറേ മഞ്ജരികൾ കിട്ടും. ഇഷ്ടാവുന്നില്ലേ ക്ഷേത്ര ദർശനം? ഒരുപാട് നമ്മൾ അറിയാത്ത ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നില്ലേ? ഓരോ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ
അപ്പൊ അങ്ങനെയുള്ള കുറെ പോയിട്ട് അതൊക്കെ കേട്ടിട്ട് വാ. അഷ്ടമംഗല ദേവപ്രശ്നല്ലേ മുതലാളി, മിസ് ചെയ്യരുത്. പോയിട്ട് അതൊക്കെ കേൾക്ക്. ഇഷ്ടപ്പെട്ടു അല്ലെ? നല്ല നല്ല വിവരണങ്ങളാണ് പല ക്ഷേത്രങ്ങളെ കുറിച്ചും. ഇനി നിങ്ങൾക്ക് വേറെ ഒരു സംഭവം ഉണ്ട്, ഞാനത് ഓഡിയോ ചെയ്യാൻ നോർത്തു. ഓഡിയോ ചെയ്തിട്ട് ഞാൻ ഇട്ട് തരാം. ഓക്കെ, അതായത് ഭഗവാന്റെ കുറേ നമ്മൾ കേൾക്കാത്ത കഥകളുണ്ട്, കേൾക്കാത്ത ലീലാവിലാസങ്ങൾ, അതൊക്കെ ഞാൻ ഇട്ട് തരാം. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ നമ്മളിങ്ങനെ നാഗാരാധന, അതുപോലെ ഭഗവാൻ വിഷ്ണുവിന് എന്തുകൊണ്ടാണ് 4 കൈകള്, പിന്നെ ഈ പൂർണ്ണകുംഭം എന്താണ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളില്ലേ. അപ്പോ സൂപ്പർ നക്കുൽ, പനിയൊക്കെ മാറി മൂകാംബിക അമ്മയെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അതെ നമ്മുടെ ഗ്രൂപ്പ് അതുകൊണ്ടാണ് ഞാനത് ഇതാക്കി വെച്ചത്, അഡ്മിൻ ഓൺലി ആക്കി വെച്ചത്. അതാകുമ്പോൾ നമ്മളിടുന്ന മെസ്സേജസ് മാത്രമല്ലേ വരൂ. അത് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ക്ഷേത്ര ദർശനമൊക്കെ മാക്സിമം ഷെയർ ചെയ്യണേ. എനിക്ക് അത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഓരോന്നും പഠിച്ച്, നിങ്ങൾക്കറിയാം ഓരോ ക്ഷേത്രത്തെ കുറിച്ചൊക്കെ ഇടണമെങ്കിൽ ആധികാരികമായിട്ട് അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. അതിനൊക്കെ ഫോൺ വിളിച്ച് സുരേഷ് മോനപ്പൻ പ്രഭുനില്ലേ, ഞാൻ ആഡ് ചെയ്യാം ഗ്രൂപ്പിലേക്ക്. അപ്പോ എന്താ പറയാ, അതൊക്കെ വിവരണങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്തൊക്കെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് എത്തുന്ന പ്രഭാത മഞ്ജരിക്കും ക്ഷേത്രമഞ്ജരിക്കും ഒക്കെ ഒത്തിരി കഷ്ടപ്പാടുണ്ട് അതിന്റെ പിന്നിൽ. ടൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഉറങ്ങിപ്പോവാറുണ്ട്, എന്നാലും ടൈപ്പ് ചെയ്യും. അപ്പോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, തിരുത്തിയിൽ കൃഷ്ണ ടെമ്പിൾ സൂപ്പർ, ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്നതാണ്. വേങ്ങേരി അല്ലേ സ്ഥലപ്പേര്, വേങ്ങേരി നല്ല ടെമ്പിളാണത്, കൃഷ്ണ ടെമ്പിൾ. അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യണേ. ആദ്യം അതൊന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് മേലെ പോയി കഴിഞ്ഞാൽ ഷെയർ ബട്ടൺ കിട്ടും. അപ്പൊ ആ ഷെയറിലേക്ക് നിങ്ങൾ പല വാട്സപ്പിലേക്കും പല പേഴ്സണൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതിന്റെ ഇടയ്ക്ക് ഞാൻ ടൈപ്പ് ചെയ്തിടുന്നുണ്ടല്ലോ, ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുന്നതിനും പകരം ഈ ക്ഷേത്രമഞ്ജരി, ഇത് ഒരുപാട് ആളുകൾക്ക് യൂസ് ആവും. അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഗുരുവായൂർ മഞ്ജരീസിലേക്ക് ആഡ് ആവാത്തവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടൂ. മഞ്ജരീസിന്റെ നമ്മുടെ നമ്പർ അറിയില്ലേ, ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഗുരുവായൂർ മഞ്ജരീസ് എഫ് എന്ന് പറഞ്ഞിട്ടൊരു, ഫീമെയിൽസിലാണെങ്കിൽ ഗുരുവായൂർ മഞ്ജരീസ് എഫ് എന്ന് വരും. എഫ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതായത് ഫേസ്ബുക്ക് ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പാണത്. ഇനി യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ ഗുരുവായൂർ മഞ്ജരീസ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് വരും, വാട്സപ്പ് ഗ്രൂപ്പ്. ഫീമെയിൽസിന് സെപ്പറേറ്റ് ആണ്, മെയിലിന് സെപ്പറേറ്റ് ആണ്. അപ്പോൾ പിന്നെ മെയിലാണെങ്കിൽ ഗുരുവായൂർ മഞ്ജരീസ് എം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് വരും, അത് മെയിൽസ് മാത്രമാണ്. അപ്പൊ അഡ്മിൻസ് ആയിരിക്കും അതിൽ ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോണെന്നാണോ ചോദിച്ചത്? അപ്പോ അതുകൊണ്ട് അവളെ 8ല്. അപ്പൊ അതിൽ വരുന്ന ഇതൊക്കെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഭഗവാനെ കുറിച്ചും ക്ഷേത്രങ്ങളെ കുറിച്ചും അറിയട്ടെ. നമുക്ക് 1,00,000 ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കണം, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കണം. 1,00,000 ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഈ ഒരു സംരംഭത്തിന് കൂട്ടായി നിൽക്കില്ലേ? മാക്സിമം ക്ഷേത്ര പരിചയം, ആ ക്ഷേത്ര ദർശനം എന്ന് പറയണത്, അതുപോലെ എന്താ പറയാ പ്രഭാത മഞ്ജരി, ഇതൊക്കെ മാക്സിമം ഷെയർ ചെയ്യില്ലേ? ഇപ്പൊ പറയും. 1,00,000 ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണം ഗുരുവായൂർ മഞ്ജരീസിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ എനിക്ക് കൂട്ടായി നിൽക്കുമോ ഇല്ലേ? ഓരോ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കി ടൈപ്പ് ചെയ്ത് വരാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ വിവരണങ്ങൾക്ക് ലോകത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് തുണയായിരിക്കുമോ ഇല്ലേ? അതാണ് എനിക്കറിയേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം മതി. ഓമനാമ ഇപ്പം ഞാൻ ആലോചിച്ചിട്ടില്ല, എവിടേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുണ്ട് പാവം, പല്ലിനൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടു. നിൽക്കും. യെസ്, നിങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ആ ക്ഷേത്ര മഞ്ജരി, അതായത് ക്ഷേത്ര ഇതുണ്ടല്ലോ വിവരണം, ക്ഷേത്ര ദർശനം, അത് മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എത്ര സന്തോഷമുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം, ആളുകളിലേക്ക് എത്തട്ടെ. അവർ ആ ക്ഷേത്രങ്ങളെ കുറിച്ച് അറിയട്ടെ. ചിലപ്പോൾ അവരെ നാട്ടിലുള്ള ക്ഷേത്രമായിരിക്കും, അവരറിയാത്ത ക്ഷേത്രമായിരിക്കും, അവിടെ പോയി പ്രാർത്ഥിക്കട്ടെ അല്ലേ? അപ്പൊ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. നമ്മുടെ മഞ്ജരീസ് ഗ്രൂപ്പിൽ ആഡ് ആയതാൽ മതി. അപ്പൊ ഞാനത് ഗ്രൂപ്പിൽ നമ്മുടെ അഡ്മിൻസ് ഇടുമ്പോൾ അത് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, ഉച്ചപൂജ അലങ്കാരം ചിലപ്പോൾ ദേവസ്വം ബോർഡിന്ന് അത് വരച്ചൊക്കെ വരാൻ ലേറ്റ് ആകുമ്പോഴാണ് നമുക്കും കിട്ടാൻ ലേറ്റ് ആവുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറാറുണ്ട്, ക്ഷമിക്കണം. എല്ലാവരും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റിനും പകരം ഈ ക്ഷേത്ര ദർശനം ഷെയർ ചെയ്യുക. നമുക്ക് 1,00,000 ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണം നമുക്ക് പുറം ലോകത്തിലേക്ക് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ 1,00,000 ക്ഷേത്ര വിവരണങ്ങൾ കൊടുക്കുന്ന അന്ന് നമുക്കൊരു ഗംഭീര സെലിബ്രേഷൻ ഗുരുവായൂർ വെച്ച് നടത്താം. പറ്റുന്നേരൊക്കെ വാ.
താങ്ക് യു. ഒരു നല്ല ഒരു ഗെറ്റ് ടുഗദർ, നമുക്ക് 1 ലക്ഷം ക്ഷേത്ര ദർശനം 1 ലക്ഷം ആവുന്ന സമയത്ത് ഗുരുവായൂർ വെച്ച് നമുക്ക് നല്ലൊരു സെലിബ്രേഷൻ ആക്കാം. നമ്മൾ മാത്രം, നമ്മുടെ മഞ്ചരീസ് കുടുംബം മാത്രം. ഓക്കെ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോ എന്താ പറയാ, ഇപ്പൊ എന്തോ 45 എണ്ണേ ഞാൻ എഴുതി തീർന്നിട്ടുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിൽ എത്ര എണ്ണം വന്നു എന്ന് എനിക്കറിയില്ല. ഷൈനി മാതാജിയാണ് അത് ഷെയർ ചെയ്യുന്നത്. 45 എണ്ണേ സ്റ്റോക്ക് ആയിട്ടുള്ളൂ. 1 ലക്ഷം ടൈമുണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഹരേ കൃഷ്ണ. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. നിങ്ങളെ വിട്ടുപോകാൻ ഇഷ്ടമൊന്നുമില്ല, നിങ്ങളോട് കഥ പറഞ്ഞിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ മോൻ ഭക്ഷണം കഴിക്കില്ല. അവനെ പിടിച്ച് ഫുഡ് കഴിപ്പിച്ചിട്ട് വേണം പോകാൻ. തിരുപ്പതി യാത്ര ഇനി പോണം മാതാജി. ഈ ഷൂട്ടിന്റെ തിരക്കൊന്ന് കഴിയട്ടെ എന്ന് ഓർത്തിട്ടാണ്. അവിടെ തന്നെ വിളിച്ചിരുന്നു, കുറെ നാളായാലോ മഞ്ചേരീസ് കുടുംബം ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചിട്ട്. ഒന്ന് പോണം, അത് ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. എനിക്കിവിടെ ഇങ്ങനെ ഒരു 3-4 സീരിയൽസ് പോകുന്നുണ്ട്. അവരുടെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷാണ്. അപ്പം അതുകൊണ്ട് ഒരു 5 ദിവസമൊക്കെ നമുക്കൊരു ഓഫ് ഡേയ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പോകാം. അതെപ്പോന്നുള്ളത് മാക്സിമം, ഇതിപ്പോൾ മെയ് അല്ലേ, ജൂൺ ജൂലൈ അല്ല, ഇതിപ്പോൾ ജൂൺ അല്ലേ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് പോകാം. ഓക്കെ, എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവും. ഗുരുവായൂരപ്പൻ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കും, ഒന്നിനും വിഷമിക്കരുത്, തളരരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഗുഡ് നൈറ്റ്.